ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് കേരള ജോഗ്രഫിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ കേരള ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായുള്ള കുറച്ച് കാര്യങ്ങൾ, മലനാട്, ഇടനാട്, തീരപ്രദേശം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടായിരുന്നു അല്ലേ. അങ്ങനെ കേരളത്തിൻ്റെ തീരപ്രദേശമായിട്ട് ബന്ധപ്പെട്ട, അതായത് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു വളരെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. സ്ഥിരമായിട്ട് പരീക്ഷയിൽ ചോദ്യങ്ങൾ വരുന്ന കേരള ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവരുന്ന ഒരു വിഭാഗമാണ് കേരള റിവേഴ്സ് അഥവാ കേരളത്തിലെ നദികൾ അല്ലേ. കേരളത്തിലെ നദികൾ, അതുപോലെ കായലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതിൽ കേരളത്തിലെ നദികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിലെ എല്ലാ നദികളൊന്നും നമ്മൾ പറയുന്നില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നദികളുണ്ട്. അത് സ്ഥിരമായിട്ട് പരീക്ഷകൾ എഴുതിയിട്ട് ഇതുവരെ എക്സാം മുൻപ് എഴുതിയ ആളുകൾക്ക് മനസ്സിലാവും അല്ലേ. അതായത് സ്ഥിരമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പുതുതായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നമ്മളിവിടെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്താലും മതി. ഞാനിത് ആദ്യം തന്നെ പുതുതായിട്ട്, അതുപോലെ ഓൾറെഡി ഒരുപാട് കാലങ്ങളായിട്ട് എക്സാം എഴുതുന്ന ആളുകൾ, ഒരുപാട് എക്സാംസ് അറ്റൻഡ് ചെയ്ത ആളുകൾ എന്ന രീതിയിൽ പറയാനുള്ള കാരണം, അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു കാര്യങ്ങൾ പറയുമ്പം, അതായത് ഒരുപാട് തവണ ഈ ഒരു ചോദ്യങ്ങൾ കണ്ടില്ല ആളുകൾക്ക് ചിലപ്പോൾ പറയുമ്പോൾ ബോറിംഗ് ആയിരിക്കും. കാരണം എന്താണ്, അവർ ഓൾറെഡി ഒരുപാട് ക്ലാസ്സുകളിൽ നിന്നും അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ നിങ്ങൾ ബോറടിക്കേണ്ട. ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ എന്താണ് ഒരു റിവിഷൻ പോലെയൊക്കെ യൂസ് ചെയ്താൽ മതി. ആദ്യമായിട്ട് ഒരു എക്സാം അല്ലെങ്കിൽ 2 എക്സാം മാത്രം എഴുതിയ ആളുകൾക്ക് എന്താണ് ഇതിൽ പലതും പുതിയ അറിവുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് തന്നെ, 2 കൂട്ടർ എന്താണ് നോട്ട് ചെയ്തിട്ട് തന്നെ പോവുക. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ നദികളാണ്, അല്ലെങ്കിൽ കേരള റിവേഴ്സ്. ഇംഗ്ലീഷിൽ നമ്മൾ കേരള റിവേഴ്സ് എന്ന് പറയും അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ചോദ്യമാണ്, കേരളത്തിൽ പ്രധാനമായിട്ട് എത്ര നദികൾ നമ്മുടെ കേരളത്തിലുണ്ട്? നമ്മുടെ കേരളത്തിൽ എത്ര നദികളുണ്ട്? നിങ്ങൾക്ക് അറിയാമോ ഉത്തരം? ഒരു ഫാൻസി നമ്പർ ആണല്ലേ. എത്രയാണ് കേരളത്തിൽ? 44 നദികളുണ്ട് ടോട്ടൽ. കേരളത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ 44 നദികൾ വരുന്നുണ്ട്. അതിൽ 41 നദികളും അതുപോലെ തന്നെ ബാക്കിയുള്ള 3 നദികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? കേരളത്തിലെ 44 നദികളിൽ 3 നദികൾ എന്ന് പറയുന്നത് കിഴക്കോട്ടേക്ക് ഒഴുകുന്ന നദികളാണ്. ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ്. ഓക്കെ, കേരളത്തിലെ 44 നദികളെ നമുക്ക് എന്താണ് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടായിട്ടെന്ന് പറയുമ്പം ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സും വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സും. ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് 3 വരുന്നത്. അത് കബനി, ഭവാനി, പാമ്പാറാണ്. വെസ്റ്റ് ഫ്ലോയിങ് നമുക്കിപ്പോൾ നമ്പേഴ്സ് ഓരോന്നായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. 41 നദികളുണ്ടല്ലേ. അതിൽ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു 5-10 നദികൾ നമ്മൾ എന്തായാലും ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട്, കേരളത്തിൽ എത്ര നദികളുണ്ട് എന്ന രീതിയിൽ PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ പറഞ്ഞ ഏതാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. കബനി, ഭവാനി, പാമ്പാർ, ഓൾ ഓഫ് ദീസ് എന്ന് പറഞ്ഞിട്ടും, അല്ലാതെ അതിൽ കബനി, ഭവാനി, പാമ്പാർ ഏതെങ്കിലും ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എന്ന രീതിയിലൊക്കെ പരീക്ഷകളിൽ PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ പഠിച്ച 2 കാര്യങ്ങൾ എന്താണ്? കേരളത്തിൽ ആകെ 44 നദികളുണ്ട്. കേരളത്തിൽ ആകെ 44 നദികളുണ്ട്. ആ ഒരു 44 നദികളിൽ അതിൻ്റെ ഒഴുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളല്ല, കിഴക്കോട്ട് ഒഴുകുന്ന നദികളും അതുപോലെ പടിഞ്ഞാറ്റോട്ട് ഒഴുകുന്ന നദികളും ഉണ്ട്. ഇതിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എന്ന് പറയുന്നത് വെറും 3 മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്താണ് അത് എടുത്ത് പറയണം? കബനി, ഭവാനി, പാമ്പാർ. ബാക്കി 41 നദികൾ എങ്ങോട്ടാണ്? ബാക്കി 41 നദികൾ വെസ്റ്റ് ഫ്ലോയിങ് അല്ലെങ്കിൽ പടിഞ്ഞാറിലേക്ക് ഒഴുകുന്ന നദികളാണല്ലേ. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളുണ്ട്. PSC ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇവയിൽ കബനി, ഭവാനി, പാമ്പാർ മറ്റൊരു PSC ക്വസ്റ്റ്യൻ അല്ലേ. എന്നീ നദികൾ കിഴക്കോട്ടേക്ക്, അതായത് ഈസ്റ്റ് ഫ്ലോയിങ് ആണല്ലേ. ഈസ്റ്റ് ഫ്ലോയിങ് ആണ്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇത് നമ്മൾ എന്താണ്, നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളുടെ 0.01% പോലും നമ്മളിവിടെ പറഞ്ഞില്ല. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ മാത്രം തന്നു. ഇവിടെ എന്താണ്, കേരളത്തിൽ 44 നദികളുണ്ട്. അതിൽ 41 പടിഞ്ഞാറ് വെസ്റ്റ് ഫ്ലോയിങ് ആണ്, 3 കിഴക്ക് ഈസ്റ്റ് ഫ്ലോയിങ് ആണ്. കബനി, ഭവാനി, പാമ്പാറാണ് ഈസ്റ്റ് ഫ്ലോയിങ്. പെരിയാറാണ് കേരളത്തിലുള്ള നദികളിൽ വെച്ചിട്ട് ഏറ്റവും നീളമേറിയ നദി എന്ന് പറയുന്നത്. പെരിയാറിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു പറയാനുണ്ട്. ആ സമയത്ത് നമുക്ക് പെരിയാറിനെ പരിചയപ്പെടാം. ഓക്കെ, പെരിയാറിലുള്ള എല്ലാ നദികളെയും നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത പ്രകാരം കേരളത്തിലുള്ള പ്രധാനപ്പെട്ട നദികളും അതുപോലെ തന്നെ കായലുകളും ടെക്സ്റ്റ് ബുക്കിൽ ഒരു മാപ്പിലായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ടല്ലേ. നമുക്കിവിടെ കാവേരി, അതുപോലെ തന്നെ കൃഷ്ണരാജ സാഗർ, ഭവാനി സാഗർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന നദികളും കാര്യങ്ങളും, അല്ലെങ്കിൽ കേരളത്തിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. പെരിയാർ ലേക്ക്, പമ്പ ലേക്ക്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ആ രീതിയിൽ നമുക്ക് കുറച്ച് നദികൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ചന്ദ്രഗിരി, കുപ്പം, കബനി, ബേപ്പൂർ, ഭാരതപ്പുഴ, പെരിയാർ, അതുപോലെ മൂവാറ്റുപുഴ, അതുപോലെ മണിമല, അച്ഛൻകോവിൽ, കല്ലട, ഇത്തിക്കര, ആറ്റിങ്ങൽ,
സോ അങ്ങനെയുള്ള കുറച്ച് നദികളുണ്ട് നമുക്കിവിടെ കൊടുത്തിട്ടില്ല. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ നദികളായതുകൊണ്ട് ആ ഒരു നദികളുടെ 12 നദികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു 12 നദികളുടെ പേര് പഠിച്ചു വെച്ചു. ഈ ഒരു 12 നദികൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ച് നദികൾ, ചന്ദ്രഗിരി, കബനി, ഭാരതപ്പുഴ, പെരിയാറ്, അങ്ങനെയുള്ള കുറച്ച് നദികൾ മാത്രം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനുള്ളൂ. അതുപോലെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത കാര്യമാണ്. ടോട്ടൽ നമ്പർ ഓഫ് റിവേഴ്സ് 43 അല്ലേ. ലോങ്സ്റ്റ് പെരിയാറാണ്. നമ്പർ ഓഫ് ഈസ്റ്റ് ഫ്ലോയിങ് കിഴക്കോട്ട് ഒഴുകുന്നത് 3, ബാക്കി എങ്ങോട്ടാണ് വെസ്റ്റ് ഫ്ലോയിങ് ആണല്ലേ. ലാർജസ്റ്റ് ബാക്ക് വാട്ടർ വേമ്പനാട്. ബാക്ക് വാട്ടർ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട. ആ സമയത്ത് നമുക്ക് ബാക്ക് വാട്ടേഴ്സ്, കായലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആ ഒരു മാപ്പ് നിങ്ങളൊന്ന് പരിചയപ്പെടില്ല. ജസ്റ്റ് ആ ഒരു മാപ്പ് ഒന്ന് പരിചയപ്പെടാനാണ്. റിവേഴ്സിന്റെ ചിഹ്നം ഇവിടെ കൊടുക്കുന്നത്, ലേക്സിന്റെ ചിഹ്നം ഇവിടെ നമുക്ക് അഷ്ടമുടി, അതുപോലെ തന്നെ കായംകുളം ലേക്ക്, വേമ്പനാട് ലേക്ക്, ശാസ്താംകോട്ട ലേക്ക്, അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ആ രീതിയിൽ ലേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർത്തു വെച്ചാൽ മതി. നമ്മൾ അങ്ങോട്ടേക്ക് പോകെ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, 44 നദികളാണ് കേരളത്തിലൂടെ ആകെ ഒഴുകുന്നത്. സോ ആ ഒരു നമ്പർ അവിടെ നോട്ട് ചെയ്ത് വെച്ചു. കേരളത്തിലൂടെ ആകെ ഒഴുകുന്ന നമ്പർ 44, ഒരു ഫാൻസി നമ്പറാണ്. 44 എന്ന് പറയുന്ന സമയത്ത് ആ ഒരു നമ്പർ നമ്മൾ നിർബന്ധമായിട്ട് തന്നെ ഓർത്തു വയ്ക്കണം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു കാര്യമുണ്ടല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ ജോഗ്രഫിയും നമുക്കൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അലുവേ മത്തിക്കറിയും പോലെ ഉണ്ടാകും കോൺസ്റ്റിറ്റ്യൂഷൻ ജോഗ്രഫിയും പറയുന്ന സമയത്ത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 44 എന്താണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? യൂണിഫോം സിവിൽ കോഡാണല്ലേ, ഏകീകൃത സിവിൽ കോഡ് എന്ന രീതിയിൽ ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നല്ലോ. നമുക്ക് ജാതി, മതം അല്ലെങ്കിൽ ആ രീതിയിലുള്ള എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വിവാഹം, ഡൈവോഴ്സ്, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് എന്താണ് കോമൺ ആയിട്ടുള്ള ലോ അല്ല, ആ ഒരു മതത്തിൽ അധിഷ്ഠിത അല്ലാതെ കോമൺ ആയിട്ടുള്ള ലോ കൊണ്ടുവരണം എന്ന രീതിയിലാണ് ആർട്ടിക്കിൾ 44 പറയുന്നത്. ഇവിടെ എന്താണ് 44 നദികളാണ്. ജസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവയിൽ പശ്ചിമഘട്ടം എന്തായിരുന്നു? നമ്മുടെ വെസ്റ്റേൺ ഘട്ടമായിരുന്നു അല്ലെ. വെസ്റ്റേൺ ഘട്ടമാണ്. എങ്ങനെ ഓർത്തു വയ്ക്കണം എന്നായിരുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞത്. പശ്ചിമ ബംഗാൾ നമുക്കറിയാം വെസ്റ്റ് ബംഗാളാണ്. അങ്ങനെയാണെങ്കിൽ പശ്ചിമഘട്ടം എന്താണ്? വെസ്റ്റ് ഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ടം എന്ന രീതിയിൽ പറഞ്ഞാൽ മതി അല്ലേ. സോ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടേക്ക് ഒഴുകി കായലുകളിലോ കടലിൽ, അത് എവിടെ വേണമെങ്കിലും പതിക്കാം. ഒന്നുകിൽ കായലുകളിൽ നമ്മൾ പറഞ്ഞു വേമ്പനാട് അതുപോലെയുള്ള ഏതെങ്കിലും കായലുകളിലേക്കോ അല്ലെങ്കിൽ അറബിക്കടൽ പോലെയുള്ള കടലിലേക്കൊക്കെ ചെന്നെത്തുന്ന നദികൾ എത്ര എണ്ണം ഉണ്ട്? 41 നദികളുണ്ട് അല്ലേ. സോ പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ട് പടിഞ്ഞാറേക്ക് ഒഴുകിയിട്ട് വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ട് കായലുകളിലേക്കോ കടലിലേക്കോ ചെന്നെത്തുന്ന നദികൾ എത്രയാണ്? 41 അല്ലേ. സോ എത്രയാണ് മിസ്സിങ്? 3 അല്ലേ. ആ 3 എങ്ങോട്ടാണ്? ഈസ്റ്റ് ഫ്ലോയിങ് ആണല്ലോ 3. കിഴക്കോട്ടേക്കാണ് ഈ ഒരു 3 നദികൾ ഒഴുകുന്നത്. അത് ഏതൊക്കെ നദികളാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. കബനി ഉണ്ട്, ഭവാനി ഉണ്ട്, പാമ്പാറുണ്ട്. ഈ 3 നദികൾ. ഇതിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഏതാണ്ട് ഒരു 3-4 പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഉണ്ട്. കേരളത്തിൽ ആകെ എത്ര നദികൾ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്ന നദികൾ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കിഴക്കോട്ടേക്ക് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര നദികളുണ്ടെന്ന് ചോദിച്ചാൽ 4 ചോദ്യമായല്ലേ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ നദികളുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ നദികൾ എന്ന് പറയുന്നത് ചെറുതാണ്, കമ്പാരിറ്റീവ്ലി ചെറുതാണ്. നമുക്ക് മാക്സിമം വരുന്ന പെരിയാർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആകെ 244 കിലോമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. ഓക്കെ, ആ രീതിയിൽ നോക്കുമ്പോൾ എന്താണ് കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ നദികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മുടെ നദികൾ കൊച്ചു നദികൾ എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ മറ്റൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം എത്ര കിലോമീറ്ററിലധികമുള്ള ജലപ്രവാഹങ്ങളെയാണ് നമ്മൾ നദികൾ എന്ന രീതിയിൽ പറയുന്നത് എന്ന രീതിയിൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. 1974 കേരള സർക്കാർ കൊണ്ടുവന്നുള്ള ഒരു വിജ്ഞാപനമുണ്ട്. ആ ഒരു വിജ്ഞാപന പ്രകാരം ഒരു ജലപ്രവാഹത്തിന്റെ നീളം 15 കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ ആ ഒരു ജലപ്രവാഹത്തെ നമ്മൾ എന്ത് രീതിയിൽ വിളിക്കും? ആ ഒരു ജലപ്രവാഹത്തെ നമ്മൾ നദി എന്ന രീതിയിൽ വിളിക്കും. സോ ഒരു നദി, പരീക്ഷയ്ക്ക് ചോദ്യം വരാം, താഴെ പറയുന്നതിൽ ഏതാണ് ഒരു നദി എന്ന രീതിയിൽ കേരളത്തിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ മിനിമം ഉണ്ടായിരിക്കേണ്ട ക്രൈറ്റീരിയ എന്നതിൽ ചോദിച്ചിട്ട് നമുക്ക് ഓപ്ഷന് 15 കിലോമീറ്ററിലധികം നീളമുള്ള ഉണ്ടാവണം. സോ അതാണ് കറക്റ്റ് ആൻസർ അല്ലേ. 15 കിലോമീറ്ററിലധികം നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികളുടെ കണക്കിൽ ഉൾപ്പെടുത്തിയത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൊച്ചു നദിയായുള്ള മഞ്ചേശ്വരം പുഴ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ നീളം എത്രയാണ്? 16 കിലോമീറ്റർ ആണ് ആ ഒരു മഞ്ചേശ്വരം പുഴയുടെ നീളം വരുന്നില്ല. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൊച്ചു നദിയാണ് മഞ്ചേശ്വരം പുഴ. ആ ഒരു മഞ്ചേശ്വരം പുഴ നമ്മൾ എടുക്കുന്ന സമയത്തിന് എന്താണ് ആ ഒരു മഞ്ചേശ്വരം പുഴയുടെ ആ ഒരു നീളം തന്നെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു എമൗണ്ട് ആണ് വരുന്നില്ല, 16 കിലോമീറ്റർ എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ എന്താണ് 15 കിലോമീറ്ററിന് മേലെ വന്നു അല്ലേ. സോ അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരം പുഴ എന്ന് പറഞ്ഞ് കേരളത്തിലൊരു അംഗീകരിക്കപ്പെട്ട, കേരള സർക്കാരിന്റെ 1974 വിജ്ഞാപന പ്രകാരം അംഗീകരിക്കപ്പെട്ട നദിയാണ്, ജലപ്രവാഹമാണ്. ഓക്കെ, ആ രീതിയിൽ ക്ലിയർ ആണല്ലോ കാര്യം. എ ടോട്ടൽ 44 റിവേഴ്സ് ഫ്ലോ ത്രൂ കേരള. ഈ ഒരു ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കാനുള്ള കാരണം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണല്ലേ. അങ്ങോട്ടേക്ക് ചില സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നില്ല. എങ്കിൽ പോലും മലയാളത്തിൽ ഞാൻ ഇംഗ്ലീഷ് പ്രധാനപ്പെട്ട ടേംസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, എ ടോട്ടൽ ഓഫ് 44 റിവേഴ്സ് ഫ്ലോ ത്രൂ കേരള. കേരളത്തിലൂടെ 44 നദികൾ ഒഴുകുന്നുണ്ടല്ലേ. ഓഫ് ദീസ്
41 originate from Western Ghats and flow westwards and reach backwards or sea. 41 വെസ്റ്റേൺ ഘട്ടിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് എങ്ങോട്ടാണ്? വെസ്റ്റ് വേർഡിലേക്ക് അല്ലെ, വെസ്റ്റ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകുന്നു. എന്നിട്ട് ഒന്നുകിൽ ബാക്ക്വേർഡ് സ്കൈലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ എന്താണ് കടലിലേക്ക് പോകുന്നു അല്ലെ, അറബിക്കടലിലേക്ക് പതിക്കുന്നു. ബട്ട് 3 of these are also flow towards east. ഇതിലെന്താണ്? മൂന്നെണ്ണം കിഴക്കോട്ടേക്ക് പോകുന്ന നദികളുണ്ട്. അത് ഏതൊക്കെയാണ്? കബനി, ഭവാനി ആൻഡ് പമ്പ ഫ്ലോ ടുവേർഡ്സ് ഈസ്റ്റ്. Our rivers are small compared to rivers of other states. മറ്റ് സംസ്ഥാനങ്ങളുടെ നദികൾ നോക്കും, നമ്മുടെ നദികൾ എന്താണ്? കൊച്ചു നദികളാണ്. According to the notification of the government of Kerala in 1974, water courses with a length of more than 15 kilometers are included in the calculation of rivers. Rivers എന്ന് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഉണ്ടായിരിക്കേണ്ട ക്രൈറ്റീരിയ എന്താണ്? 15 കിലോമീറ്ററിന് മുകളിലുള്ള വാട്ടർ കോഴ്സസ് അല്ലെങ്കിൽ ജലപ്രവാഹങ്ങൾ ആയിരിക്കണം. ഏത് നോട്ടിഫിക്കേഷൻ പ്രകാരം? കേരള ഗവൺമെന്റ് 1974 നോട്ടിഫിക്കേഷൻ പ്രകാരം. 20 കിലോമീറ്ററിൽ താഴെയുള്ള 3 നദികളുണ്ട്. സോ നമ്മൾ പറഞ്ഞു 15 കിലോമീറ്ററിന് മുകളിലായിരിക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ 15 കിലോമീറ്ററിനും 20 കിലോമീറ്ററിനും ഇടയിൽ കേരളത്തിൽ എത്ര നദികളുണ്ട് എന്ന രീതിയിൽ ചോദ്യം വരാം. അത് 3 നദികളാണ്. അതായത് കേരളത്തിൽ 15 കിലോമീറ്ററും 20 കിലോമീറ്ററും അല്ലെങ്കിൽ 20 കിലോമീറ്റർ താഴെയുള്ള നദികൾ. കാരണം 15 കിലോമീറ്ററിനും ഇടയിൽ എന്ന് പറയാനുള്ള കാരണം എന്താണ്? 15 കിലോമീറ്റർ താഴെ പോയാൽ അത് നദിയായിട്ട് നമ്മൾ കൂട്ടത്തില്ല അല്ലേ. അതുകൊണ്ട് തന്നെ 15 കിലോമീറ്ററിനും 20 കിലോമീറ്ററിനും ഇടയിലുള്ള എത്ര നദികൾ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്? 3 നദികളുണ്ട്. അത് ഏതൊക്കെയാണ് നദി? ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. ഏതാണ്ട് 16 കിലോമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത് മഞ്ചേശ്വരം പുഴയുടെ. അതുപോലെ രാമപുരം പുഴയുണ്ട്, അയിരൂർ പുഴയുണ്ട്. ഓക്കെ, രാമപുരം പുഴ, അയിരൂർ പുഴ, മഞ്ചേശ്വരം പുഴ. ഈ 3 നദികളാണ് നമ്മുടെ കേരളത്തിലെ 20 കിലോമീറ്ററിൽ താഴെയുള്ള നദികൾ എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത്. ഇനി 100 കിലോമീറ്ററിലും കൂടുതൽ നീളമുള്ള 11 നദികളാണ് കേരളത്തിലുള്ളത്. അതായത് 100 കിലോമീറ്ററിന് പ്ലസ് വരുന്ന എത്രയാണ്? 11 നദികളാണല്ലേ. സോ ബാക്കിയുള്ളത് എന്താണ്? ബാക്കിയുള്ളത് 20നും 100നും ഇടയിലുള്ള നദികളായിരിക്കും അല്ലേ. 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള 11 നദികൾ. ഈ ഒരു നമ്പേഴ്സ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ടോട്ടൽ 44 നദികളിൽ 3 നദികൾ എന്താണ്? 20 കിലോമീറ്റർ താഴെയാണ് ലെങ്ത്. 11 നദികൾ എന്താണ്? 11 നദികൾ 100 കിലോമീറ്റർ മുകളിലാണ് ലെങ്ത്. ബാക്കിയുള്ള നദികൾ എന്തായിരിക്കും? ബാക്കിയുള്ള നദികൾ ഈ ഒരു 20നും 100നും ഇടയിലായിരിക്കും. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാറാണ് കേരളത്തിലെ നീളത്തിലും നീരൊഴുക്കിനും ഏറ്റവും വലിയ നദി. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും നീളമേറിയ നദി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കണമെന്ന് PSCക്ക് തോന്നിക്കഴിഞ്ഞാൽ പെരിയാർ നദിയുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണ് ശരി എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാമല്ലേ. ആദ്യത്തെ ഓപ്ഷൻ ഇങ്ങനെ വരുന്നു, കേരളത്തിലെ ഏറ്റവും നീളമേറിയ നദിയാണ് പെരിയാർ. കറക്റ്റ് ആണ്. രണ്ടാമത്തെ എന്താണ്? പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ ആണ്. കറക്റ്റ് ആണല്ലേ. ആ രീതിയിൽ നമുക്ക് ഓപ്ഷൻ A and B കറക്റ്റ്, അല്ലെങ്കിൽ മൂന്നാമതൊന്നും തന്നാൽ ഓൾ ഓഫ് ദ എബോ എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാൻ സാധിക്കും അല്ലേ. പെരിയാറിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നോക്കാനുണ്ട്. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. 16 കിലോമീറ്റർ നീളമുള്ള മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറുത്. ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. നമ്മുടെ മഞ്ചേശ്വരം പുഴ 16 കിലോമീറ്റർ ആണ് നീളം വരുന്നത്. അതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൊച്ചു നദി അല്ലെങ്കിൽ ഏറ്റവും ചെറിയ നദി എന്ന രീതിയിൽ പറയാൻ പറ്റുന്നത്. 16 കിലോമീറ്റർ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? 15 കിലോമീറ്റർ മിനിമം നീളം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ജലപ്രവാഹം അല്ലെങ്കിൽ വാട്ടർ കോഴ്സ് എന്തായിട്ട് അംഗീകരിക്കത്തുള്ളൂ? നമ്മുടെ നദിയായിട്ട് അംഗീകരിക്കത്തുള്ളൂ അല്ലെ. മഞ്ചേശ്വരം പുഴയുടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മഞ്ചേശ്വരം പുഴ കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നോർത്തേൺ മോസ്റ്റ് റിവർ കൂടിയാണ് മഞ്ചേശ്വരം പുഴ. ആ രീതിയിൽ മഞ്ചേശ്വരം പുഴയുടെ കാര്യം കൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി കൂടിയാണ് മഞ്ചേശ്വരം പുഴ. ഇനി തെക്കേ അറ്റത്ത് ഏതാണ്? അങ്ങനെയാണെങ്കിൽ നെയ്യാറാണല്ലേ. നെയ്യാറും മഞ്ചേശ്വരം പുഴയൊക്കെ നമുക്ക് അങ്ങോട്ട് പറയാനുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ അതൊരു കാര്യങ്ങൾ പറഞ്ഞു പോകണം. ഈ രീതിയിൽ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാറാണല്ലേ. There are 3 rivers less than 20 kilometer long. 20 കിലോമീറ്ററിലധികം നീളം വരുന്ന 3 റിവേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? രാമപുരം റിവർ, അയിരൂർ റിവർ, മഞ്ചേശ്വരം റിവർ. Kerala has 11 rivers with a length more than 100 kilometer. 100 കിലോമീറ്റർ മുകളിലെ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? 11 നദികളുണ്ട് അല്ലെ. The 244 kilometer long Periyar is the largest river in Kerala in terms of length and ഫ്ലോ. എന്താണ്? ലെങ്ത്തിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ ഫ്ലോയുടെ നീരൊഴുക്കിന്റെ ആയാലും നീളത്തിന്റെ അടിസ്ഥാനത്തിലും കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? പെരിയാറാണല്ലേ. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. ഇത് ഓർത്തു വയ്ക്കാൻ കുറച്ചുകൂടി സിമ്പിളാണ്. കാരണം എന്താണ്? നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ 44 നദികളുണ്ടെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചു അല്ലേ. അതിൽ എന്താണ്? പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത് എന്താണ്? പെരിയാറിന്റെ നീളം ലാസ്റ്റ് ഒരു 44 ആദ്യം 44 ഇടയിൽ, എന്നിട്ട് എന്താണ്? അവർ 4ന്റെ പകുതി കൂടി ഇവിടെ അങ്ങ് കൊടുത്താൽ മതി. ഉത്തരം കിട്ടിയാൽ എത്ര കിലോമീറ്റർ ആണ് പെരിയാറിന്റെ ലെങ്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും?
ആദ്യം എന്താണ്, കേരളത്തിൽ എത്ര നദികളുണ്ട്? ഏറ്റവും നീളം കൂടിയത് പെരിയാറാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? അതായത് കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 എന്ന് എഴുതണം. എന്നിട്ട് എന്താണ്, 4 പകുതി അവിടെ 2 കൂടി ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പെരിയാറിന്റെ നീളം കിട്ടിയല്ലേ? ആ രീതിയിൽ ചോദിക്കാറുണ്ട്. മഞ്ചേശ്വർ റിവർ ഈസ് ഷോർട്ടസ്റ്റ് വിത്ത് ലെങ്ത് ഓഫ് 16 കിലോമീറ്റർ. അതും ഓർത്ത് വയ്ക്കാൻ സിമ്പിൾ ആണ്, കാരണം മിനിമം 15 കിലോമീറ്റർ എങ്കിലും ലെങ്ത് വേണം അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ്, 15 കിലോമീറ്റർ മേലെ വരുന്നതിൽ ഏറ്റവും ചെറിയ നദി 16 കിലോമീറ്റർ ആണ്. അതുകൊണ്ട് മഞ്ചേശ്വരം പുഴ എന്ന രീതിയിൽ ഓർത്തു വെച്ചാൽ മതി. മഞ്ചേശ്വർ റിവർ ഈസ് ഓൾസോ ദ നോർത്തേൺ മോസ്റ്റ് റിവർ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള നോർത്തേൺ മോസ്റ്റ് റിവർ കൂടിയാണ് മഞ്ചേശ്വരം. അങ്ങനെയാണെങ്കിൽ സദേൺ മോസ്റ്റ് തെക്കേയറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാറാണ്. ആ ഒരു കാര്യങ്ങൾ കൂടെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളൂ. ഇനി നമ്മൾ ഓരോ നദികളിലേക്കായിട്ട് എടുത്ത് പഠിക്കാൻ പോവുകയാണ്. പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, അതുപോലെ ഓരോരോ എന്നിട്ട് നമുക്ക് കബനി, ഭവാനി, പാമ്പാർ അതൊക്കെ നമുക്ക് നോക്കാൻ ഈസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള അതും നമുക്ക് ലാസ്റ്റ് 3 നമുക്ക് പഠിക്കാനുണ്ട്. സോ ഓരോ നദികളായിട്ട് നമ്മൾ എടുത്ത് പഠിക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന്. സോ ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്, ഉത്ഭവസ്ഥാനം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടല്ലേ? ഒരു പർട്ടിക്കുലർ നദി തന്നിട്ട് ആ ഒരു നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണെന്ന രീതിയിൽ ഡയറക്റ്റ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദ്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ PSC ട്രെൻഡ് അങ്ങനെയാണല്ലോ, ഒരു ചോദ്യം തരും, പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ ഏത് കാര്യമാണ് ശരി എന്ന രീതിയിൽ ചോദ്യം വരാം അല്ലെ? എന്നിട്ട് ഒരു 4 സ്റ്റേറ്റ്മെന്റ് തരും, അല്ലെങ്കിൽ 3 സ്റ്റേറ്റ്മെന്റ് തരും. ലാസ്റ്റ് എന്താണ്, ഒന്നുകിൽ ഓൾ ഓഫ് ദ എബോവ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഉത്തരം എന്ന രീതിയിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കണം അല്ലേ? സോ ആ രീതിയിൽ പെരിയാറിനെ പറ്റിയിട്ട് 3 സ്റ്റേറ്റ്മെന്റ് ഇതേ രീതിയിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 3 കാര്യം അറിയെങ്കിൽ മാത്രമേ ഓൾ ഓഫ് ദ എബോവ് കറക്റ്റ് ആവൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? സപ്പോസ് നിങ്ങൾക്ക് 2 കാര്യം അറിയാം, ഓക്കെ, 2 കാര്യം അറിയാമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഊഹിച്ചിട്ട് ഓൾ ഓഫ് ദ എബോവ് എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് അറിയുമെങ്കിൽ എന്താണ്, അവിടെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റത്തില്ല അല്ലേ? പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് 3 ഓപ്ഷൻ തന്നു, അല്ലെങ്കിൽ 3 ഫാക്ട്സ് തന്നു. 3 ഫാക്ട്സിൽ നിങ്ങൾക്ക് ഒന്നേ അറിയത്തുള്ളൂ, ലാസ്റ്റ് ഓൾ ഓഫ് ദ എബോവ് ഉണ്ടോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അല്ലേ? സോ മറ്റ് 2 കാര്യങ്ങൾ കൂടി അറിയണമെങ്കിൽ എന്താണ്, ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പഠിക്കണം. സോ പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം ശിവഗിരി മലയാണ്. സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയാണ് നമ്മുടെ വെസ്റ്റേൺ ഗാർഡിൽ വരുന്ന ശിവഗിരി മലയാ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. പെരിയാറിന്റെ ഒറിജിൻ പോയിന്റ് അല്ലെങ്കിൽ പെരിയാർ ഉത്ഭവിക്കുന്ന എവിടെയാണ്, നമ്മളൊരു ശിവഗിരി മലയുണ്ടല്ലോ, ഈ ഒരു ശിവഗിരി മലയിൽ നിന്നുമാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉത്ഭവിച്ചിട്ട് ഇത് ഒരുപാട് കേരളത്തിലൂടെ ഒഴുകിയിട്ട് അവസാനം ഇതിൻ്റെ പതനസ്ഥാനം വരുന്നുണ്ട് അല്ലെ? ഇതിൻ്റെ പതനസ്ഥാനം വരുന്നുണ്ട്. ആ ഒരു പതനസ്ഥാനം മൗത്ത് എന്ന് പറയുന്ന എവിടെയാണ്, വേമ്പനാട്ട് കായലാണ്. ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് മുൻപ്, പെരിയാർ പതിക്കുന്നത് ഏത് കായലിലാണ്? കായലിലാവും അല്ലെങ്കിൽ കടലുകളിലാവാം. ആ രീതിയിൽ പെരിയാർ പതിക്കുന്ന എവിടെയാണ്, വേമ്പനാട്ട് കായലിലാണ് അല്ലെ? പെരിയാർ പതിക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. 2 കാര്യം പഠിച്ചു വെച്ചു. പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം ശിവഗിരി മലയും അതുപോലെ പെരിയാറിന്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായലുമാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കൂടിയാണ് പെരിയാർ. അങ്ങനെയാണെങ്കിൽ നീളം എത്രയാണ്? നീളം ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാർ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. സോ കേരളത്തിലെ എത്ര നദികളുണ്ടെന്ന് ഓർത്ത് വെക്കണം, 44. 44ന്റെ അതുപോലെ പകുതി അല്ലേ, 2ആണ്. 4ന്റെ പകുതി 2ആണ്. എന്തായാലും 2244 കിലോമീറ്റർ നീളമുള്ള നദി കേരളത്തിൽ ഇല്ലെന്ന് നമുക്ക് 200% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ഒരു 2 അവിടെ ഇട്ട് വെച്ചാൽ മതി. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി കൂടിയാണ് നമ്മുടെ പെരിയാർ അല്ലെ? ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കേരളത്തിലെ നദി ഏതാണ്? പെരിയാറാണല്ലേ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വോളിയം വരുന്ന വാട്ടറിന്റെ വോളിയം വരുന്ന നദി ഏതാണ്? പെരിയാറാണ്. അതുകൊണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ എന്താണ്, കേരളത്തിന്റെ ജീവരേഖ അഥവാ ലൈഫ് ലൈൻ, ഇംഗ്ലീഷിൽ അടുത്ത് കൊടുത്തിട്ടുണ്ട്, ലൈഫ് ലൈൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന നദി ഏതാണ്? നമ്മുടെ സ്വന്തം പെരിയാറാണ്. പരീക്ഷയ്ക്ക് ചോദ്യം വരാം, ലൈഫ് ലൈൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദ്യം വരാം. ലൈഫ് ലൈൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാറാണ്. ആലുവ പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. പെരിയാറിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ആലുവ പുഴ എന്ന രീതിയിലും കാലടിപ്പുഴ എന്ന രീതിയിലും പെരിയാറിനെ പരാമർശിക്കാറുണ്ട്, അല്ലെങ്കിൽ പെരിയാറിനെ വിളിക്കാറുണ്ട് അല്ലെ? ആ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കണം. പെരിയാറിന്റെ മറ്റു പേരുകൾ ചിലപ്പോൾ പെരിയാർ എന്ന രീതിയിൽ തന്നെ ചോദിക്കണമെന്നില്ല. താഴെ പറഞ്ഞ ഏതൊക്കെയാണ് കാലടിപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിയായ പദങ്ങൾ എന്ന് ചോദിക്കാം, ശരിയായ കാര്യങ്ങൾ എന്ന് ചോദിക്കാം. സോ നിങ്ങൾ കാലടിപ്പുഴ എന്ന് കണ്ടിട്ട് പെരിയാർ അല്ല എന്ന് കൺഫ്യൂഷൻ ആവേണ്ട, പെരിയാർ തന്നെയാണ് കാലടിപ്പുഴ. സോ കാലടിപ്പുഴ എന്ന രീതിയിലും ആലുവ പുഴ എന്ന രീതിയിൽ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കണമെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ എന്താണ്, പെരിയാർ തന്നെയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ നദികളാണ് പെരിയാറും പമ്പയും. ആ ഒരു കാര്യം ഓർത്തു വെക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ട് എങ്ങനെയാണ് ചോദ്യം വന്നതെന്ന് നെക്സ്റ്റ് കാര്യം പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എന്താണ്, നമ്മുടെ അർത്ഥശാസ്ത്രം ഉണ്ടല്ലോ, കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ 2 നദികളാണ്. ഒന്ന് പെരിയാർ. ഇന്ത്യയിൽ കുറച്ചധികം നദികളുണ്ട്, പെരിയാർ അതുപോലെ തന്നെ കേരളത്തിലെ പമ്പയല്ല. കേരളത്തിലെ 2 നദികൾ ഏതൊക്കെയാണ്? പെരിയാറും പമ്പയും. അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന 2 നദികൾ ഏതൊക്കെയാണ്? പെരിയാറും അതുപോലെ പമ്പയുമാണ്. ആ രീതിയിൽ ചോദ്യം വരാം. താഴെ പറഞ്ഞ ഏതൊക്കെയാണ് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ നദികൾ? ഓപ്ഷൻ എ പെരിയാർ,
ഓപ്ഷൻ ബി പമ്പ, ഓപ്ഷൻ സി ഭാരതപ്പുഴ, ഓപ്ഷൻ ഡി എ ആൻഡ് ബി കറക്റ്റ്. ഉത്തരം എന്താണ്? എ ആൻഡ് ബി കറക്റ്റ് ആണല്ലേ. നിങ്ങൾക്ക് എയും ബിയും ഉത്തരമായിട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റൂ. അല്ലെങ്കിൽ പെരിയാർ മാത്രമാണ് നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ എന്നാണ് നിങ്ങൾ ഓപ്ഷൻ എയും കുത്തിയിട്ട് പോകും അല്ലേ, അവിടെ തെറ്റും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിലെ കാര്യം ഒന്ന് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ പ്രീവിയസ്ലി ചോദിച്ചാൽ മറ്റൊരു കാര്യമാണ് അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ട അല്ലെങ്കിൽ പരാമർശിക്കപ്പെട്ട നദി ഏതാണെന്ന് ചോദിച്ചാൽ ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഇതൊക്കെ പ്രീവിയസ് ചോദ്യം തന്നെയാണ്. ഇത് കുറച്ച് അധികം തവണ നമ്മുടെ PSC ആവർത്തിച്ച് വരുന്ന പ്രീവിയസ് ചോദ്യമാണ്. റീസെന്റ് ടൈംസ് പോലും ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അർത്ഥശാസ്ത്രത്തിലെ പെരിയാർ അറിയപ്പെട്ട പേര് അല്ലെങ്കിൽ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെട്ട നദി ഏതാണെന്ന രീതിയിൽ ആ രീതിയിലും ചോദ്യം തിരിച്ചും മറിച്ചും ഒക്കെ PSC ചോദിക്കാറുണ്ട്. നമ്മൾ ദൃശ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ തിരിച്ചും മറിച്ചും എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു വെച്ച ഉത്തരം മാത്രം നമ്മൾ അങ്ങ് എഴുതിയാൽ മതി അല്ലേ. സോ അർത്ഥശാസ്ത്രത്തിലെ പെരിയാർ ചൂർണി എന്ന പേരിലാണ് പരാമർശിക്കപ്പെട്ടത്. ആ ഒരു ഫാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. അതുകൊണ്ട് ആ ഒരു കാര്യം ഒന്ന് പഠിച്ചു വയ്ക്കണം. ഒറിജിൻ മൗണ്ട് ശിവഗിരി അല്ലെ, ശിവഗിരി മല, സഹ്യപർവ്വതം, വെസ്റ്റേൺ ഘാട്ട് തന്നെയാണ് നമ്മുടെ ബാക്ക് വാട്ടർ വേർ പെരിയാർ ഫോൾസ്. പെരിയാറിന്റെ പതനസ്ഥാനം എവിടെയാണ്? വേമ്പനാട്ട് ബാക്ക് വാട്ടർ അല്ലെങ്കിൽ വേമ്പനാട്ട് കായലാണല്ലേ. വേമ്പനാത്ത് എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്, വേമ്പനാട്ട് കായലാണ്. ലോങ്സ്റ്റ് റിവർ ഇൻ കേരളയാണ് പെരിയാർ. 244 കിലോമീറ്റർ ആണ് ലെങ്ത്. ദ മോസ്റ്റ് വാട്ടർ ക്യാരിയിങ് റിവർ ഇൻ കേരള. വോളിയം ബേസിൽ ഏറ്റവും കൂടുതൽ ജലം ഉള്ള നദി കൂടിയാണ് പെരിയാർ. അതൊക്കെ കൊണ്ട് തന്നെ പെരിയാറിന് എന്ത് പേരിൽ വിളിക്കാൻ പറ്റും? ദ ലൈഫ് ലൈൻ ഓഫ് കേരള. കേരളത്തിന്റെ ജീവരേഖ എന്ന രീതിയിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? നമ്മുടെ സ്വന്തം പെരിയാറാണല്ലേ. ആ രീതിയിൽ ഓർത്തു വെക്കണം. ദ പെരിയാർ ഈസ് ഓൾസോ നോൺ ആസ് ആലുവ പുഴ ഓർ കാലടി പുഴ. കാലടി പുഴ എന്ന പേരിലും ആലുവ പുഴ എന്ന പേരിലും അറിയപ്പെടുന്ന നദി ഏത് തന്നെയാണ്? പെരിയാർ തന്നെയാണ്. ദ റിവേഴ്സ് ഓഫ് കേരള മെൻഷൻഡ് ഇൻ അർത്ഥശാസ്ത്രം ഏതൊക്കെയാണ്? പെരിയാറും പമ്പ. PP എന്ന് പഠിച്ചു വെച്ചാൽ മതി. PP ആണ് അർത്ഥശാസ്ത്രത്തിൽ മെൻഷൻ ചെയ്യപ്പെട്ടത് അല്ലെ, പെരിയാർ പമ്പ. ഓക്കെ, പെരിയാർ ഇസ് റെഫേർഡ് ടു അസ് ചൂർണി ഇൻ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? നമ്മുടെ പെരിയാർ തന്നെയാണല്ലേ. ആ രീതിയിൽ കൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ അല്ലെങ്കിൽ ട്രിബ്യൂട്ടറീസ് ഉള്ള നദി കൂടിയാണ് നമ്മുടെ സ്വന്തം പെരിയാർ. പെരിയാറിന്റെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പോഷക നദികളെ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് കുറച്ച് കോഡൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു കോഡുകൾ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഞാൻ പ്രത്യേകിച്ച് പുതിയ കോഡൊന്നും പറയുന്നില്ല. ആ ഒരു മുല്ലയും മുതിരയും കൂടി വഞ്ചിപ്പൂയി എന്നൊക്കെ പറഞ്ഞൊരു കോഡൊക്കെ ഉണ്ടല്ലേ. ആ ഒരു കോഡുകളൊക്കെ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. പെരിയാറിന്റെ പോഷക നദികളായിട്ട് അറിയപ്പെടുന്നത് മുല്ലയാറ്, മുതിരപ്പുഴ, പെരിഞ്ചാംകുട്ടിപ്പുഴ, പെരുന്തുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ. എന്താണ്? മുല്ലയാർ, മുതിരയാർ, പെരിഞ്ചാംകുട്ടിപ്പുഴ, പെരുന്തുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ. ഓക്കെ, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് മുല്ലയും മുതിരയും കൂടി ചെറുതോണിയിൽ, മുല്ലയും മുതിരയും എടുത്തിട്ട് ഒരു കുട്ടി പെരിഞ്ചാംകുട്ടി എന്ത് ചെയ്തു? ചെറുതോണിയിൽ കട്ടപ്പനയാറിലേക്ക് പോയി എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഒരു കോഡൊക്കെ ഉണ്ടല്ലേ. ആ ഒരു കോഡ് വെച്ചിട്ട് തന്നെ പഠിച്ചാൽ മതി. പെരിയാർ എന്ന് പറയുമ്പോൾ മുല്ലയും മുതിരയും എടുത്തിട്ട് പെരിഞ്ചാംകുട്ടി എന്ത് ചെയ്യുന്നു? ഒരു ചെറുതോണിയിൽ കട്ടപ്പനയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഓക്കെ, മുകളിലൂടെ ഒരു പരുന്ത് പറക്കുന്നുണ്ട്. അതാണ് നമ്മുടെ സീന്. ഓക്കെ, ആ രീതിയിലാണ് കോഡെന്ന് അറിയില്ല, ഞാൻ ജസ്റ്റ് എനിക്ക് ഓർമ്മ വന്ന കോഡ് പറഞ്ഞതാണ്. എന്താണ് നിങ്ങളുടെ മനസ്സിൽ പെരിയാർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ്? പെരിയാറിൽ ആ ഒരു ആറുണ്ടല്ലോ, പെരിയാറിൽ എന്താണ്? പെരിയാറിൽ ഒരു ചെറു തോണിയിൽ പോവുകയാണല്ലോ. ആരാണ്? പെരിഞ്ചാംകുട്ടിയാണ്. ഒരു കുട്ടിയാണ്, പെരിഞ്ചാംകുട്ടി എന്നാണ് കുട്ടീൻ്റെ പേര്. ഓക്കെ, ചെറുതോണിയിൽ ആര്? നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ ആയിട്ട് വേണം. പെരിയാർ പറയുമ്പോൾ പെരിഞ്ചാംകുട്ടി എന്ന് പറയുന്നൊരു കുട്ടി ചെറുതോണിയിൽ എന്തൊക്കെ എടുത്തിട്ടുണ്ട്? ഒരു കയ്യിൽ മുല്ലയുണ്ട്, മറ്റൊരു കയ്യിൽ എന്താണ്? മുദ്രയും ഉണ്ട് അല്ലെ. കട്ടപ്പനയിലേക്കാണ് ഈ ഒരു കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോകുമ്പോൾ എന്താണ്? തോണിയുടെ മുകളിലായിട്ട് ഒരു പരുന്ത് ഇങ്ങനെ പറക്കുന്ന ഒരു സീന് കൂടെ അവിടെ ഓർത്തു വെച്ചോ. സോ ആ രീതിയിലാവുമ്പോൾ എന്താണ്? കൃത്യമായിട്ട് പഠിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഈ ഒരു പോഷക നദികൾ ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പോഷക നദിയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. മുല്ലയാറ്, മുതിരപ്പുഴ, പെരിഞ്ചാംകുട്ടിപ്പുഴ, പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്. ഞാനിപ്പോൾ പറഞ്ഞ കോഡ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ മറ്റുള്ള കോഡുകൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റാനൊന്നും നിൽക്കണ്ട. ആ ഒരു കോഡ് തന്നെ പഠിച്ചു വെച്ചോളൂ. ഇവിടെ ഞാൻ പറഞ്ഞ കോഡ് ഇതാണ്. പെരിഞ്ചാംകുട്ടി എന്ന് പറയുന്ന കുട്ടി എന്താണ്? തോണിയിൽ, ഒരു ചെറുതോണിയിൽ സഞ്ചരിക്കുകയാണല്ലോ, കട്ടപ്പനയാറിലേക്ക് സഞ്ചരിക്കുകയാണ്. പോകുന്ന സമയത്ത് കുട്ടിയുടെ കയ്യിൽ എന്താണ്? ഒരു മുല്ലയും ഒരു കയ്യിൽ മുദ്രയും ഉണ്ട്. മുകളിൽ ആ ഒരു തോണിയുടെ മുകളിലായിട്ട് ഒരു പരുന്തിങ്ങനെ പറക്കുന്ന സീൻ ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, പഠിക്കാൻ ഈ ഒരു കോഡ് ആവശ്യമുള്ളവർ ഈ രീതിയിലൊന്ന് ഓർത്തു വെച്ചാൽ മതി. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയാം? പെരിയാർ തന്നെയാണല്ലോ. കേരളത്തിൽ ഏറ്റവും നീളമേറിയ നദി തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ ഓർത്തു വെച്ചാൽ മതി. കാരണം എന്താണ്? കേരളത്തിൽ 244 കിലോമീറ്റർ നീളത്തിലും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വെള്ളമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡാമൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നതും ഇവിടെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡാം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി കൂടിയാണ് നമ്മുടെ പെരിയാർ. ആ രീതിയിൽ കൂടെ പെരിയാറെ പഠിച്ചു വെച്ചോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരിയാറാണ്. അതുപോലെ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി കൂടിയാണ്
പെരിയാർ. അർത്ഥശാസ്ത്രത്തിൽ ഓൾറെഡി ചൂർണി എന്ന് വിളിച്ച നദിയും അതുപോലെ തന്നെ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദിയൊക്കെ ഏതാണ്? പെരിയാർ തന്നെയാണ്. പെരിയാറിന്റെയും മുല്ലയാറിന്റെയും സംഗമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡാം ഏതാണ്? മുല്ലപ്പെരിയാറാണ് അല്ലെ. മുല്ല പെരിയാർ, മുല്ലയാറ് പ്ലസ് പെരിയാറാണ്. മുല്ലപ്പെരിയാർ എന്ന ടീമിൽ ഓർത്തു വെച്ചാൽ മതി. അതായത് മുല്ലയാറ് പ്ലസ് പെരിയാർ എന്ന രീതിയിൽ മുല്ലപ്പെരിയാർ എന്ന് ഓർത്തു വെച്ചാൽ മതി. അതുപോലെ പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ എന്നീ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് കൂടെ എവിടെയാണ്? പെരിയാറിലാണ് അല്ലെ. പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? പള്ളിവാസൽ വരുന്നുണ്ട്, ചെങ്കുളം വരുന്നുണ്ട്, പന്നിയാർ വരുന്നുണ്ട്, നേര്യമംഗലം വരുന്നുണ്ട്, ലോവർ പെരിയാർ വരുന്നുണ്ട്. ഇത്രയും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം പെരിയാറിലാണെന്ന രീതിയിലുള്ള കാര്യം കൂടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ദ റിവർ ഇൻ കേരള ഹാസ് എ ലാർജസ്റ്റ് നമ്പർ ഓഫ് ട്രിബ്യൂട്ടറീസ്. പെരിയാറാണല്ലേ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി ഏതാണ്? പെരിയാറാണ്. ഏതൊക്കെയാണ് ആ ഒരു ട്രിബ്യൂട്ടറീസ്? മുല്ലയാറ്, മുതിരപ്പുഴ, പെരിഞ്ചാങ്കുട്ടി റിവർ, പെരുന്തുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ. ഓക്കെ, അത്രയും പേരുകളൊന്ന് പഠിച്ച് വെച്ചാൽ മതി. കോഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ദ മോസ്റ്റ് ഡാംഡ് റിവർ ഇൻ കേരള. ഓക്കെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡാമുള്ള റിവർ കൂടിയതാണ് നമ്മുടെ ഈ ഒരു പെരിയാർ തന്നെയാണ്. ദ റിവർ ഇൻ കേരള ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ഏതാണ്? അതും നമ്മുടെ പെരിയാറാണ്. ദ റിവർ മെൻഷൻഡ് ബൈ ശങ്കരാചാര്യർ ആസ് പൂർണ്ണ. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിളിച്ച നദിയും ഏതാണ്? പെരിയാറാണ്. മുല്ലപ്പെരിയാർ ഡാം ഈസ് എ ഡാം ലൊക്കേറ്റഡ് അറ്റ് ദ കൺഫ്ലുവൻസ് ഓഫ് പെരിയാർ ആൻഡ് മുല്ലയാർ. മുല്ലയാറിന്റെ പെരിയാറിന്റെ ഇടയിലായിട്ട് വരുന്നു അല്ലെ. അതുപോലെ മറ്റൊരു കാര്യം എന്താണ്? തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം, ശങ്കരാചാര്യരുടെ ജന്മസ്ഥാനമായിട്ടുള്ള കാലടി എന്നിവ സ്ഥിതി ചെയ്യുന്ന നദീതീരം കൂടിയാണ് നമ്മുടെ പെരിയാർ അല്ലെ. സോ ഇവിടെ ശങ്കരാചാര്യർ കാലടി എന്ന് കേൾക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൂടെ ഓർത്തു വയ്ക്കാലോ. കാലടിപ്പുഴ എന്നറിയപ്പെടുന്ന നദി കൂടിയാണ് പെരിയാർ. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന രീതിയിൽ വിളിച്ച ആ ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത് കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഇവിടെ വരുന്ന വന്യജീവി സങ്കേതം, പക്ഷി സങ്കേതമൊക്കെ ഒന്ന് പഠിച്ചു വെച്ച് ചോദ്യം വരും. തേക്കടി വന്യജീവി സങ്കേതം ഏത് നദിയുടെ തീരത്താണ്? ഏതാണ്? പെരിയാറാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് നദിയുടെ തീരത്താണ്? പെരിയാറാണ്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം ഏതാണ്? കാലടിയാണ്. ആ ഒരു കാലടി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? പെരിയാറാണ്. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോ. അതുപോലെ മറ്റൊരു പ്രീവിയസ് ചോദ്യമാണ് 99 വെള്ളപ്പൊക്കം. 99 എന്ന് പറയുമ്പോൾ 1999 എന്ന് ഓർത്തു വയ്ക്കേണ്ട, അത് തെറ്റാണ്. കൊല്ലവർഷം 99 ആണ്. 1099 കൊല്ലവർഷം. കൃത്യമായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ 1924 ഓക്കെ. 99 വെള്ളപ്പൊക്കം ഏത് വർഷം എന്ന് ചോദിച്ചിട്ട് 1999, 1899, 1799 എന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നൺ ഓഫ് ദ എബോവ് ഉണ്ടെങ്കിൽ ഉത്തരം നൺ ഓഫ് ദ എബോവ് ആണ്. ഇംഗ്ലീഷ് വർഷമാണെങ്കിൽ എന്താണ് ഉത്തരം വരുന്നത്? ഇംഗ്ലീഷ് വർഷമാണെങ്കിൽ 1924 ആണല്ലേ. നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നൺ ഓഫ് ദ എബോവ് കൂടി ഓപ്ഷനിൽ തരും അല്ലേ. നമ്മളിവിടെ കാണുമ്പോൾ എന്താണ് ഓക്കെ ഏതോ ഒരു 99 ആണെന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. 99 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വർഷമല്ല, അത് കൊല്ല വർഷമാണ്. 1099 ആണത് വരുന്നത്. അങ്ങനെ തരുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കൊല്ലവർഷം എന്ന രീതിയിൽ തന്നെ എടുത്ത് തന്നെ നമുക്ക് തരും. 1999 ഓക്കെ, 1099 ആണ്. 1924 ഇംഗ്ലീഷ് വർഷം എന്ന രീതിയിൽ പറയാൻ പറ്റുന്നത്. 99 വെള്ളപ്പൊക്കം എന്ന് പറയും. ആ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായുള്ള നദി കൂടിയാണ് പെരിയാർ. 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം പെരിയാറ്റിൽ ഉണ്ടായത് 1924 കൊല്ലവർഷം 1099 ആയതുകൊണ്ട് അതാണ് അതിന് നമ്മൾ 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. പെരിയാർ 1341 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചു പോയ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം. ഓക്കെ, 1341 വർഷത്തിൽ പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചു പോയ ഒരു തുറമുഖമുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുങ്ങല്ലൂർ തുറമുഖമാണ്. ആ ഒരു കാര്യം കൂടെ ഒന്ന് അവിടെ ഓർത്തു വെച്ചോളും. ഓക്കെ, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം ആൻഡ് ലോവർ പെരിയാർ ഹൈഡ്രോ പവർ പ്രൊജക്ട്സ് ആർ ലൊക്കേറ്റഡ് ഇൻ പെരിയാർ. ആ ഒരു കാര്യം പഠിച്ചല്ലോ. അതുപോലെ തന്നെ അവിടെ വരുന്ന വൈൽഡ് ലൈഫ് സാഞ്ചുറീസ്, ബേർഡ് സാഞ്ചുറീസ് അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ദ ബാങ്ക്സ് ഓഫ് ദ റിവർ വേർ ദ തേക്കടി വൈൽഡ് ലൈഫ് സാഞ്ചുറി, തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി ആൻഡ് കാലടി ദ ബർത്ത് പ്ലേസ് ഓഫ് ശങ്കരാചാര്യ ആർ ലൊക്കേറ്റഡ്. എവിടെയാണ്? പെരിയാറിന്റെ തീരത്താണല്ലേ. ദ ഫ്ലഡ് നോൺ ആസ് ദ ഫ്ലഡ് ഓഫ് 1999 occurred in പെരിയാർ in 1924 ഇയർ ഓഫ് 1099 കൊല്ലവർഷം 1099. അതുപോലെ 1341 ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒരു പോർട്ട് നശിച്ചുപോയി. അത് ഏതാണ് പോർട്ടെന്ന് ചോദിക്കാറുണ്ട്. കൊടുങ്ങല്ലൂർ പോർട്ടാണ്. അത് സ്ഥിതി ചെയ്തതും ഏത് നദിയുടെ തീരത്താണ്? ഈ ഒരു പെരിയാറിന്റെ തീരത്താണ്. ഓക്കെ, അങ്ങനെ പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ. പെട്ടെന്ന് നമ്മളൊന്ന് പെരിയാറിനെ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ്? പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരിമല, പതിക്കുന്ന സ്ഥലം വേമ്പനാട്ട് കായൽ, നീളം 244 കിലോമീറ്റർ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ലൈഫ് ലൈൻ, ജീവരേഖ എന്നൊക്കെ അറിയപ്പെടും. മറ്റു പേരുകൾ എന്താണ്? ആലുവ പുഴ, കാലടി പുഴ എന്ന പേരാണ്. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെടുന്ന നദി കൂടിയാണിത്.
അതുപോലെ തന്നെ പോഷക നദികൾ മുല്ലയാറ്, മുതിരപ്പുഴ, പെരിഞ്ചാംകുട്ടിപ്പുഴ, പെരുന്തുറയാറ്, കട്ടപ്പനയാർ, ചെറുതോണി. അതുപോലെ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി കൂടിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഡാമൊക്കെയുള്ള നദിയാണ്. മുല്ലയാറിന്റെയും പെരിയാറിന്റെയും സംഗമ ഭാഗത്താണ് മുല്ലപ്പെരിയാർ വരുന്നത്. പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ ആ ഒരു ജലവൈദ്യുത പദ്ധതികൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. 99 വെള്ളപ്പൊക്കമുണ്ടായ നദി കൂടിയാണ്. കൊടുങ്ങല്ലൂർ തുറമുഖം നശിച്ചു പോയിട്ടുണ്ടായിരുന്നത് 1341 വെള്ളപ്പൊക്കത്തെ തുറന്നിട്ടാണ്. അതും പെരിയാറിലാണ്. അതുപോലെ തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം, ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായുള്ള കാലടിയൊക്കെ ഈ ഒരു നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും നീളമേറിയ നദിയായിട്ടുള്ള പെരിയാർ കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? പെരിയാർ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു നദിയാണ് നമ്മുടെ ഭാരതപ്പുഴ. ഭാരതപ്പുഴ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഭാരതപ്പുഴയുടെ ഉത്ഭവം വരുന്നത് തമിഴ്നാട്ടിലെ ആനമലയാണ് അല്ലെ. തമിഴ്നാട്ടിലെ ആനമലയിലാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം വരുന്നത്. തമിഴ്നാട്ടിലെ ആനമല പ്രീവിയസിൽ ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇങ്ങനെ ചോദിച്ച കാര്യങ്ങൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് പറയാം, നിങ്ങളുടെ മനസ്സിലത് കയറാൻ വേണ്ടിയിട്ടാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? തമിഴ്നാട്ടിലെ ആനമലയിലാണ്. പതനസ്ഥാനം എവിടെയാണ്? അറബിക്കടലിലാണ് അല്ലെ. പതനസ്ഥാനം കായലിലല്ല, അറബിക്കടലിലാണ് ഡയറക്ട്ലി വരുന്നത്. ഭാരതപ്പുഴയുടെ ഉത്ഭവം തമിഴ്നാട്ടിലെ ആനമലയിലാണ്. തമിഴ്നാട് കൂടെ ഒഴുകുന്ന നദിയാണ്. കേരളത്തിന്റെ ഭാഗമാണെന്ന രീതിയിൽ കൂടെ പഠിച്ചു വയ്ക്കണം. കേരളത്തിലെ ഏറ്റവും നീളമേറിയ, കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ. ഉത്ഭവം തമിഴ്നാട്ടിലെ ആനമല, പതനസ്ഥാനം അറബിക്കടൽ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി നീളം എത്രയാണ്? 209 കിലോമീറ്റർ. പെരിയാർ എത്രയാണ് നമ്മൾ പറഞ്ഞത്? 244 കിലോമീറ്റർ പെരിയാർ പറഞ്ഞു. രണ്ടാമത്തെ നദി വരുമ്പോൾ കുറച്ചുകൂടി ലെങ്ത് കുറയുന്നുണ്ടല്ലോ, നല്ല രീതിയിൽ കുറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ 244 കഴിഞ്ഞിട്ട് 240, 230, 220 ഒന്നുമല്ല വരുന്നത്, 209 കിലോമീറ്റർ ആണ്. സോ കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ് നമ്മുടെ കേരളത്തിലെ നദികൾ താരതമ്യേന ചെറുതാണെന്ന് നമുക്ക് ഇവിടുന്ന് തന്നെ മനസ്സിലാക്കാം അല്ലേ. കേരളത്തിന്റെ നൈൽ, പരീക്ഷയ്ക്ക് പ്രീവിയസ് ഇയറിൽ വന്ന ചോദ്യമാണ്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി എന്ന് പറഞ്ഞ് കേരളത്തിന്റെ നൈല് ഭാരതപ്പുഴയാണ്. പഠിച്ചു വെക്കണം. കേരളത്തിന്റെ നൈൽ ഏതാണ്? ഭാരതപ്പുഴയാണ്. പ്രീവിയസ് ചോദ്യമാണ്. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത്, നിള എന്നറിയപ്പെടുന്ന നദിയും ഏതാണ്? ഭാരതപ്പുഴ. ഇതിൽ കേരളത്തിന്റെ നൈലും നീളയും ഈ രണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. രണ്ടും ഭാരതപ്പുഴയാണെന്ന രീതിയിൽ പഠിച്ചു വേണം. കേരളത്തിന്റെ നൈൽ എന്ന് പറയുന്നതും കേരളത്തിന്റെ നിള എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ നിള എന്നറിയപ്പെടുന്ന നദിയും പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്ന നദിയൊക്കെ ഏതാണ്? ഭാരതപ്പുഴ തന്നെയാണ്. സോ ഭാരതപ്പുഴ തമിഴ്നാട്ടിൽ ആനമലയിൽ നിന്ന് ഉത്ഭവം എന്ന് പറഞ്ഞല്ലേ. സോ സ്വാഭാവികമായിട്ട് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് കൂടെ ഒഴുകുമെന്ന് നമുക്ക് അവിടെ ഊഹിച്ചെടുക്കാൻ പറ്റും. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലൂടെ ഒഴുകി കേരളത്തിലെത്തുന്ന ഭാരതപ്പുഴ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലൂടെ ഒഴുകുന്നു. കേരളത്തിലെ 3 ജില്ലകൾ ഏതാണ്? ഭാരതപ്പുഴ ഒഴുകുന്ന 3 ജില്ലകളിൽ 250 കിലോമീറ്റർ ആണ് ടോട്ടൽ ലെങ്ത്. സോ മാക്സിമം 3 ജില്ലകളിലൊക്കെ ഒഴുകുന്ന സമയത്തിന് ആ ഒരു 250 കിലോമീറ്റർ ഒക്കെ കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ടല്ലേ. സോ ഭാരതപ്പുഴ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ഈ 3 ജില്ലകളിലൂടെയാണ് പ്രധാനമായിട്ട് ഒഴുകുന്നത്. പാലക്കാട് ചിറ്റൂരിൽ ഭാരതപ്പുഴ ശോകനാശിനി പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നു. മറ്റൊരു പ്രീവിയസ് ചോദ്യമാണ്. ശോകനാശിനി പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? മറ്റൊരു പ്രീവിയസ് ചോദ്യമാണ്. ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? നമ്മുടെ സ്വന്തം ഭാരതപ്പുഴ തന്നെയാണ്. ശോകനാശിനി പുഴ എന്ന പേരിലും അറിയപ്പെടുന്ന നദി. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഭാരതപ്പുഴയുടെ മറ്റു പേരുകളാണ് കേരളത്തിന്റെ നൈല്, പൊന്നാനിപ്പുഴ, നിള. ഭാരതപ്പുഴ കേരളത്തിലൂടെ ഒഴുകുന്ന ജില്ലകൾ എന്ന് പറയുന്നത് പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. അത് തന്നെ പാലക്കാട് ചിറ്റൂരിലെ ഭാരതപ്പുഴ ശോകനാശിനി പുഴ എന്ന പേര് കൂടെ അറിയപ്പെടുന്നത്. 250 കിലോമീറ്റർ ആണ് റേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ലെങ്ത് വരുന്നത്. ഒറിജിൻ എന്ന് പറയുന്നത് തമിഴ്നാടുവിലെ ആനമലയാണ്. അതിന്റെ ലാൻഡിങ് അല്ലെങ്കിൽ അത് പതനസ്ഥലം എന്ന് പറയുന്നത് അറേബ്യൻ സീ ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ഇൻ കേരള 209 കിലോമീറ്റേഴ്സ് ആണ് ലെങ്ത് വരുന്നത്. റിവർ ഓൾസോ നോൺ ആസ് നൈൽ, പൊന്നാനിപ്പുഴ ആൻഡ് നിള. നിള നൈൽ രണ്ടും നമുക്ക് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷിൽ ചെയ്യുന്ന സമയത്ത് അവിടെ നിൽ എന്ന രീതിയിൽ നൈൽ എന്ന രീതിയിൽ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, നൈൽ രണ്ടിലെ നില്ല് വരുന്നുണ്ടല്ലേ. അതായത് നമുക്ക് പഠിച്ചു വെക്കാൻ സിമ്പിൾ ആണ്. ഒരു എ ഇട്ട് കഴിഞ്ഞാൽ നിളയായി, ഒരു ഇ ഇട്ട് കഴിഞ്ഞാൽ നൈലായി. ആ രീതിയിൽ പഠിച്ചു വയ്ക്കാൻ പറ്റും. ഇംഗ്ലീഷ് മലയാളത്തിൽ വരുന്ന സമയത്ത് നിള നൈല് രണ്ട് രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇറ്റ് ഫ്ലോസ് ത്രൂ കോയമ്പത്തൂർ ഡിസ്ട്രിക്ട് ഓഫ് തമിഴ്നാട് ആൻഡ് ഫ്ലോസ് ത്രൂ ദ ഭാരതപ്പുഴ പാലക്കാട്, മലപ്പുറം ആൻഡ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഇൻ കേരള. കേരളത്തിലെ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്. ഭാരതപ്പുഴ ഈസ് നോൺ ആസ് ശോകനാശിനി പുഴ ഇൻ പാലക്കാട്, ചിറ്റൂർ. പാലക്കാടിലെ ചിറ്റൂരിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ ചിറ്റൂർകാർ വിളിക്കുന്ന ഒരു പേരുണ്ട്, ശോകനാശിനി പുഴ. ആ ഒരു കാര്യം കൂടെ പഠിച്ചു വെച്ചോ. റൈറ്റർ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഡിസ്ക്രൈബ്ഡ് ഭാരതപ്പുഴ ആസ് ശോകനാശിനി പുഴ. മറ്റൊരു ചോദ്യം വരാം, ഒന്നുകിൽ ചോദ്യം വരാം, എവിടെയാണ് ഭാരതപ്പുഴ ശോകനാശിനി പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം പാലക്കാടാണല്ലേ. മറ്റൊരു ചോദ്യം വരുന്നത്, ആരാണ് ഭാരതപ്പുഴ ശോകനാശിനി പുഴ എന്ന രീതിയിൽ വിശേഷിപ്പിച്ചത്? ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണല്ലേ. ഓക്കെ, മലയാളത്തിൽ ഇവിടെ പറയുന്നുണ്ട്, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഭാരതപ്പുഴ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത്. ആരാണ്?
ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണല്ലേ. ആ ഒരു കാര്യം നമ്മൾ ഓർത്തു വെക്കണം. ഇനി പ്രാചീന കാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ട പേര് കൂടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പേരാർ. എന്താണ് പേരാർ എന്ന് കണ്ട് പെരിയാറിലേക്ക് ഒരിക്കലും പോകരുത്, തെറ്റാണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദ്യം വരും. പ്രാചീന കാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ട പേരെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ചൂർണി, ആ രീതി പൂർണ്ണ, ചൂർണി, പേരാർ എന്ന രീതിയിലൊക്കെ നമുക്ക് തരാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ. നമ്മളെന്താണ് പേരാർ എന്ന് കാണുമ്പോൾ പേരാർ ചിലപ്പോൾ പെരിയാർ ആയിരിക്കും എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ബട്ട് അവിടെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു മാർക്ക് അങ്ങ് പോയി, നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് അടിക്കും. അവിടെ എന്താണ് പേരാർ എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ ആദ്യകാല നാമമായിരുന്നു. ആ ഒരു കാര്യം പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാചീന കാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ട പേരെന്താണ്? പേരാർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കുഞ്ചൻ നമ്പ്യാറാണല്ലോ. നമ്മുടെ ഓട്ടൻതുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള കുഞ്ചൻ നമ്പ്യാറുടെ ജന്മസ്ഥലമാണ് കിള്ളിക്കുരിശി മംഗലം. ഓക്കെ. ആ ഒരു കിള്ളിക്കുരിശി മംഗലം സ്ഥിതി ചെയ്യുന്ന നദീപുരം കൂടിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ പോകെ പറയും. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായുള്ള കിള്ളിക്കുരിശി മംഗലം എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് ഈ ഒരു ഭാരതപ്പുഴയുടെ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. ആരാണ് കുഞ്ചൻ നമ്പ്യാർ? ഓട്ടൻ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണല്ലേ. അതുപോലെ ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലം, നമ്മുടെ കേരള കലാമണ്ഡലം ചെറുതുരുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരം കൂടിയാണ് നമ്മുടെ ഭാരതപ്പുഴ. ഇനി ഭാരതപ്പുഴയുടെ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പോഷക നദികൾ ഏതൊക്കെയാണ്? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഇത് പഠിക്കാനും ഒരു കോഡുണ്ടല്ലോ. എന്താണ് കോഡെന്ന് ഓർമ്മയുണ്ടോ? ഗായത്രി കണ്ണാടി നോക്കിയിട്ട് തൂത്തുകൊണ്ടിരിക്കുമ്പോൾ കാല് വഴുതിയിട്ട് പുഴയിലേക്ക് വീണു. ഓക്കെ. അതായത് ഞാൻ ഉണ്ടാക്കിയ കോഡല്ല, ഇത് ഓൾറെഡി PSCയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കോഡാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കിയ കോഡൊന്നുമല്ല, നിങ്ങളും കേട്ടിട്ടുണ്ടാവും, പലരും കേട്ടിട്ടുണ്ടാവും. മുൻപൊക്കെ PSC പരീക്ഷകളിൽ ഒരുപാട് ഇതുപോലെയുള്ള കോഡൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കോഡൊക്കെ ഓർമ്മയുള്ളവർക്ക് എന്താണ് ആ ഒരു കോഡൊക്കെ ഇപ്പം ഞാൻ പറയുമ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടാവും അല്ലേ. എന്തായിരുന്നു ഞാൻ കോഡ് പറഞ്ഞത്? ഗായത്രി കണ്ണാടി നോക്കിയിട്ട് തൂത്തുക എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അടിച്ചു വരിക എന്നൊക്കെ പറയല. തൂത്തുകൊണ്ട് നിൽക്കുമ്പോൾ കാല് വഴുതിയിട്ട് പുഴയിൽ വീണു അല്ലേ. കാല് വഴുതിയിട്ട് ഏത് പുഴയിലും ഭാരതപ്പുഴയിലേക്ക് വീണു. ഓക്കെ. ഞാൻ വേണമെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് എഴുതി തരാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഗായത്രി അല്ലേ. ഗായത്രി എന്താണ്? ഗായത്രി കണ്ണാടി നോക്കി തൂക്കുമ്പോൾ അല്ലെങ്കിൽ തൂക്കുമ്പോൾ കാൽവഴുതി ഭാരതപ്പുഴയിലേക്ക് വീണു അല്ലേ. ഭാരതപ്പുഴയിലേക്ക് വീണു. ഓക്കെ. ഗായത്രി കണ്ണാടി നോക്കി തൂക്കുമ്പോൾ കാൽ വഴി ഭാരതപ്പുഴയിലേക്ക് വീണു. ഇതാദ്യമായിട്ടാണ് ഈ ഒരു കോഡ് അറിയുന്നവരെ നോട്ട് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ അറിയുന്നവർ ഓൾറെഡി ഉണ്ടാവും. ഇത് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളുമായിട്ട് ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന ഒരു കോഡാണ്. ഗായത്രി കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരിക്കുമ്പോൾ കാല് വഴുതിയിട്ട് ഭാരതപ്പുഴയിലേക്ക് വീണു. ഓക്കെ. മുല്ലയും മുതിരയും തോണിപ്പോയ കഥയും പരുന്ന് മുകളിലോട്ട് ഒഴുകുന്ന കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതുകൂടെ അവിടെ ഓർത്തു വെച്ചോ. ഗായത്രി പുഴ, ഇതിൽ പറഞ്ഞ് ഗായത്രി പുഴയുടെ ഗായത്രി ആണല്ലോ കാല് വഴുതി താഴേക്ക് വീണത്. ആ ഒരു ഗായത്രിക്ക് ഉപനദികൾ അതാണ് മംഗലം പുഴ, അയലൂർ, വണ്ടാഴി, മീങ്കര, ചുള്ളിയാർ. ഗായത്രി പുഴയുടെ ഉപനദികൾ. ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ തരത്തിലും ചോദ്യങ്ങൾ വരാം. ഗായത്രി പുഴയുടെ ഉപനദികൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എഴുതാൻ പറ്റണല്ലേ. ഏതൊക്കെയാണ്? മംഗലം പുഴ, അയലൂർ, വണ്ടാഴി, മീങ്കര, ചുള്ളിയാർ. ഭാരതപ്പുഴ വാസ് നോൺ ആസ് ദ പേരാർ ഇൻ ആൻഷ്യൻ ടൈം. ആൻഷ്യൻ ടൈമിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? പേരാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വയ്ക്കണം. പേരാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. കിള്ളിക്കുരിശി മംഗലം, ദ ബർത്ത് പ്ലേസ് ഓഫ് കുഞ്ചൻ നമ്പ്യാർ, ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ ഭാരതപ്പുഴ. കിള്ളിക്കുരിശി മംഗലം അല്ലെ. ഓട്ടൻ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായുള്ള കിള്ളിക്കുരിശി മംഗലം സ്ഥിതി ചെയ്യുന്നതും ഭാരതപ്പുഴയുടെ നദീതീരങ്ങളിലാണ്. ദ റിവർ ബാങ്ക് ബർത്ത് കേരള കലാമണ്ഡലം. മറ്റൊരു ചോദ്യമാണ്. ചെറുതുരുത്തി അല്ല കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരവും ഏതാണ്? ഭാരതപ്പുഴയാണ്. മേജർ ട്രിബ്യൂട്ടറീസ് ആണ് കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഗായത്രി കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരിക്കും, കാല് വഴുതി ഭാരതപ്പുഴയിലേക്ക് വീണിട്ടുണ്ട്. ഓക്കെ. ട്രിബ്യൂട്ടറീസ് ഓഫ് ഗായത്രിപ്പുഴ, മംഗലംപുഴ, അയലൂർ, വണ്ടാഴി, മീങ്കര, ചുള്ളിയാർ. ആ ഒരു കാര്യം കൂടെ ഒന്ന് അവിടെ പഠിച്ചു വെച്ചു. ഇനി കണ്ണാടിപ്പുഴയുടെ ഉപനദികൾ കൂടെ പഠിച്ചു വെച്ചു. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. പാലാറ്, ആളിയാർ. കണ്ണാടിപ്പുഴയുടെ ഉപനദി ഏതാണ്? ഇതൊക്കെ ഏതാണ്? കണ്ണാടിപ്പുഴ, കൽപ്പാത്തി, ഗായത്രിപ്പുഴ ഒക്കെ ഏതാണ്? ഇതൊക്കെ ഭാരതപ്പുഴയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. അതിന്റെയും ഉപനദികളായിട്ട് വരുന്നതാണ് കണ്ണാടിപ്പുഴയുടേത്, പാലാറ്, ആളിയാറ്. കൽപ്പാത്തിപ്പുഴയുടെ ഉപനദികളാണ് കൊറയാറ്, വരട്ടാറ്, വാളയാറ്, മലമ്പുഴ. ഓക്കെ. കൽപ്പാത്തിപ്പുഴയുടെ ഉപനദികൾ ഏതൊക്കെയാണ്? കൊറയാറ്, വരട്ടാറ്, വാളയാറ്, മലമ്പുഴ. ഓക്കെ. ആ ഒരു കാര്യങ്ങൾ ഓർത്തു വയ്ക്കണം. തൂതപ്പുഴ.
ഓക്കെ, തൂതപ്പുഴയുടെ പ്രധാന ഉപനദികൾ ഏതൊക്കെയാണ്? കുന്തിപ്പുഴ വരുന്നുണ്ട്, കാഞ്ഞിരപ്പുഴ വരുന്നുണ്ട്, അമ്പൻകടവ് പുഴ വരുന്നുണ്ട്, തൂപ്പനാട്ട് പുഴ. അതുകൂടെ ഓർത്തു വെക്കണം. തൂതപ്പുഴയുടെ പ്രധാന ഉപനദികൾ ഏതൊക്കെയാണ്? കുന്തിപ്പുഴ, കാഞ്ഞിരപ്പുഴ, അമ്പൻകടവ് പുഴ, തുപ്പനാട് പുഴ. ആ ഒരു കാര്യങ്ങൾ കൂടെ ഓർത്തു വെക്കണം. ഇനി തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം പ്രീവിയസിൽ ചോദിച്ച ചോദ്യമാണ്. തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സൈലന്റ് വാലി ആണല്ലോ, പാലക്കാട്ട് സൈലന്റ് വാലിയിൽ വെച്ചിട്ടാണ് തൂതപ്പുഴ ഉത്ഭവം ചെയ്യുന്നത്. ആ രീതിയിലും പ്രീവിയസിൽ ചോദ്യം വന്നിട്ടുണ്ട്. തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകതകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? സൈലന്റ് വാലിയാണ്. ഗായത്രി പുഴ ഭാരതപ്പുഴയുമായിട്ട് ചേരുന്ന സ്ഥലം എവിടെയാണ്? തൃശ്ശൂരിലെ മായന്നൂരിൽ വെച്ചിട്ടാണ് ഗായത്രി പുഴ ഭാരതപ്പുഴയുമായിട്ട് ചേരുന്നത്. ആ രീതി കൂടെ ഒന്ന് ഓർത്തു വെക്കണം. തൃശ്ശൂരിലെ മായന്നൂരിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഈ ഒരു ട്രിബ്യൂട്ടറീസ് ഇല്ലേ, അതിലുള്ള ഗായത്രി പുഴയും ഭാരതപ്പുഴയും ഒത്തുചേരുന്നത്. ഓക്കെ, പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന നദിയാണ് കണ്ണാടിപ്പുഴ. ആ രീതിയിലും ഓർത്തു വെച്ചു. പറളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഭാരതപ്പുഴയിൽ ചേരുന്ന നദി ഏതാണ്? പോഷക നദി ഏതാണ്? കണ്ണാടിപ്പുഴയാണല്ലേ. റാങ്ക് മേക്കിംഗ് ചോദ്യമൊക്കെ ഈ രീതിയിലൊക്കെ വരാം. കണ്ണാടിപ്പുഴയുടെ മറ്റൊരു പേരാണ് ചിറ്റൂർ പുഴ. ഈ പറഞ്ഞ കണ്ണാടിപ്പുഴയ്ക്ക് ചിറ്റൂർ പുഴ എന്ന പേര് കൂടെയുണ്ട്. മറ്റൊരു പ്രീവിയസ് ഇയറിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാമാങ്കം ഉത്സവം നടന്നുകൊണ്ടിരുന്ന തീരം, നദീതീരം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ഏതാണ്? നമ്മുടെ ഭാരതപ്പുഴയാണ്. PSCയുടെ സ്ഥിരമായിട്ടുള്ള ചോദ്യമാണ്. മാമാങ്കം നടക്കുന്ന നദീതീരം ഏതാണ്? ഭാരതപ്പുഴയാണല്ലോ. സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ആ രീതിയിൽ ഓർത്തു വെക്കണം. ആ ഒരു രീതിയിലും ഓർത്തു വെക്കണം. അതുപോലെ കണ്ണാടിപ്പുഴയുടെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? പാലാറ്, ആലിയാറാണ്. അതുപോലെ തന്നെ ആളിയാറും പാലാറുമാണ് ട്രിബ്യൂട്ടറീസ് ഓഫ് കൽപ്പാത്തിപ്പുഴ. കോരയാറ്, വരട്ടാറ്, വാളയാറ്, മലമ്പുഴയാണ് ട്രിബ്യൂട്ടറീസ് ഓഫ് തൂതപ്പുഴ. ഓക്കെ, ഇംഗ്ലീഷ് വരുന്ന സമയത്ത് പെട്ടെന്ന് തൂതപ്പുഴ എന്ന് പറയുന്നത് കുന്തിപ്പുഴ, കാഞ്ഞിരപ്പുഴ, ആ രീതിയിലുള്ള പേരുകൾ ഓർത്തു വെക്കണം. അതുപോലെ തന്നെ ഒറിജിനൽ സൈലന്റ് വാലിയാണ് തൂതപ്പുഴയുടെ. അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെയും ഗായത്രി പുഴയുടെ മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് തൃശ്ശൂരിലെ മായന്നൂരിലാണ്. അത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കണം. ഇംഗ്ലീഷ് കൊടുത്തു എന്ന് മാത്രമല്ല, ആ ഒരു ടേംസ് ഒന്ന് വായിച്ചു വെക്കണം. അതുപോലെ ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലമാണ് പൊന്നാനി. ഓക്കെ, ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം എവിടെ വെച്ചിട്ടാണ് അറബിക്കടലിന്റെ ഭാഗമാവുന്നത്? പൊന്നാനിയിൽ വെച്ചിട്ടാണ്. ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം ഏതാണ്? പൊന്നാനിയാണ്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ഏതാണ്? പൊന്നാനി തുറമുഖമാണല്ലേ. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം പൊന്നാനി തുറമുഖമാണ്. അത് നമുക്കവിടെ പൊന്നാനിയിൽ വെച്ചിട്ടാണ് അറബിക്കടലിനോട് ചേരുന്നത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ഏതാണ്? പൊന്നാനി തുറമുഖമാണ്. ഇനി രണ്ട് കാര്യങ്ങളുണ്ട്. പ്രീവിയസിൽ ചോദിച്ച കാര്യങ്ങളാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണെന്നും നിളയുടെ കവി എന്നറിയപ്പെടുന്ന കവി ആരാണെന്നും ചോദ്യം വന്നിട്ടുണ്ട്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. നിളയുടെ കഥാകാരൻ അല്ലെ MT വാസുദേവൻ നായർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തിരക്കഥാകൃത്ത് എന്ന രീതിയിലൊക്കെ ഓർമ്മ വരില്ല. സിനിമയിലെ പഴശ്ശിരാജ അതുപോലെയുള്ള സിനിമകളുടെ ഒക്കെ തിരക്കഥാകൃത്ത് കൂടിയാണ്. സോ അവിടെ എന്താണ് കഥാകാരൻ എന്ന രീതിയിൽ നമുക്ക് MT വാസുദേവൻ നായരുടെ പേര് ഓർത്തു വയ്ക്കാൻ പറ്റും. നിളയുടെ കഥാകാരനാണ് MT വാസുദേവൻ നായർ. നിളയുടെ കവിയാരാണ്? P കുഞ്ഞിരാമൻ നായരാണ് അല്ലെ. P കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി. നിളയുടെ കവിയും കഥാകാരനും കൺഫ്യൂഷൻ ആവേണ്ട. MT വാസുദേവൻ നായർ വളരെ ഫേമസ് ആയിട്ടുള്ള തിരക്കഥാകൃത്താണ്. ആ രീതിയിൽ കഥാകാരൻ എന്ന് പഠിച്ചു വെച്ചാൽ മതി. കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദി കുറുകയാണ്? ഭാരതപ്പുഴയ്ക്ക് കുറുകയാണല്ലേ. കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയ്ക്ക് കുറുകയാണ്. ആ ഒരു കാര്യം കൂടെ ഭാരതപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ, പൊന്നാനി ഇസ് വേർ ദ ഭാരതപ്പുഴ മീൻസ് ദ അറേബ്യൻ സീ. അതായത് ഭാരതപ്പുഴ അറേബ്യൻ സീ ആയി കണ്ടുമുട്ടുന്ന സ്ഥലം അല്ലെങ്കിൽ അറേബ്യൻ സീയിലേക്ക് പതിക്കുന്ന സ്ഥലമാണ് പൊന്നാനി പുഴ. ആ ഒരു കാര്യം ഓർത്തു വെക്കണം. പൊന്നാനി പോർട്ട് ഈസ് ഫിഷിംഗ് പോർട്ട് ലൊക്കേറ്റഡ് അറ്റ് ദ മൗത്ത് ഓഫ് ഭാരതപ്പുഴ. അതുകൊണ്ട് തന്നെ പൊന്നാനി പോർട്ട് എന്താണ്? ഭാരതപ്പുഴയുമായിട്ട് അതിൻ്റെ മൗത്തിൽ വെച്ച് അതിൻ്റെ പതനസ്ഥാനത്ത് വെച്ച് കണ്ടുമുട്ടുന്ന പോർട്ടാണ് പൊന്നാനി പോർട്ട്. MT വാസുദേവൻ നായർ ഈസ് എ റൈറ്റർ നോൺ ആസ് സ്റ്റോറി ടെല്ലർ ഓഫ് നിള. എന്താണ്? നിളയുടെ സ്റ്റോറി ടെല്ലർ എന്നറിയപ്പെടുന്ന MT വാസുദേവൻ നായർ. ഇത് ഇംഗ്ലീഷിലേക്ക് ആക്കിയ സമയത്ത് എന്താണ്? വാസുദേവൻ നായർ ഇങ്ങോട്ടേക്ക് വന്നു പോയിട്ടുണ്ട്. അത് ഞാൻ കറക്റ്റ് ചെയ്യാം സ്ലൈഡ് തരുന്ന സമയത്ത്. MT വാസുദേവൻ നായർ ഈസ് എ റൈറ്റർ നോൺ ആസ് സ്റ്റോറി ടെല്ലർ ഓഫ് നിള. P കുഞ്ഞിരാമൻ, ഇവിടെയും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. P കുഞ്ഞിരാമൻ ഈസ് എ പോയറ്റ് നോൺ ആസ് നിളാസ് പോയറ്റ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരും നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരുമാണ്. ദ ഫസ്റ്റ് സ്റ്റീൽ ബാരേജ് ഇൻ കേരള വാസ് ബിൽറ്റ് അക്രോസ് ഭാരതപ്പുഴ. ഓക്കെ, ഓൾറെഡി ആ ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ.
ഇത് പാലക്കാട് ജില്ലയിലെ മാനൂരിനെയും തൃശ്ശൂരിലെ പൈങ്കുളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കണം. നമ്മുടെ ഭാരതപ്പുഴ പാലക്കാട് ജില്ലയിലെ മാനന്നൂരിനെയും അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ പൈങ്കുളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 2 ജില്ലകളിലെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിൻ്റെ ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിലെ തിരുനവായയിൽ വെച്ചാണ് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ നിമഞ്ജനം ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കണം. കേരളത്തിലെ തിരുനവായയിൽ വെച്ചിട്ടാണ് ഗാന്ധിജി, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ നിമഞ്ജനം ചെയ്തിട്ടുള്ളത് അല്ലെ. ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. നമ്മുടെ നരസിംഹ സിനിമയുണ്ടല്ലോ, ആ ഒരു സിനിമയിലും ഭാരതപ്പുഴ തന്നെയല്ലേ ചിതാഭസ്മം ഒഴുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് മോഹൻലാലിന് ഇൻട്രോ ഒക്കെ വരുന്നത് അവിടെയല്ല, മോഹൻലാൽ കുറേ സമയം മുങ്ങിക്കിടക്കുന്നത് ആ ഒരു നദി തന്നെയല്ലേ. ഓക്കെ, മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിയുടെ ജന്മദേശം കൂടിയാണ് തിരുനവായ. ആ രീതി കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇറ്റ് കണക്ട്സ് മനന്നൂർ ഇൻ പാലക്കാട് ഡിസ്ട്രിക്ട് ആൻഡ് പൈങ്കുളം ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട്. ആ ഒരു കാര്യം ഓർത്തു വെക്കണം. ദ ആഷസ് ഓഫ് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു ആൻഡ് ലാൽ ബഹദൂർ ശാസ്ത്രി വെർ ബറീഡ് ആൻഡ് ഭാരതപ്പുഴ അറ്റ് തിരുനവായ ഇൻ കേരളം. ബർത്ത് പ്ലേസ് ഓഫ് മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി തിരുനവായലാണ്. ആ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കണം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഭാരതപ്പുഴ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു നദി കൂടെ പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പറയാം. കാരണം കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. 1 മണിക്കൂറിന് മേലെ ക്ലാസ് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. സോ ഭാരതപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. പടക്കം പൊടുന്ന സൗണ്ട് ഒക്കെ ഉണ്ടാവും. നമ്മുടെ വിഷു ആണ് ഇന്ന്. നിങ്ങളുടെ ക്ലാസ് തീർക്കേണ്ടതുകൊണ്ടാണ് വിഷുവിനായിട്ട് ഞാൻ ഇരുന്ന് ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നത്. സോ ആ ഒരു ഡിസ്റ്റർബൻസ് കൂടെ ഒന്ന് പരിഗണിക്കണം. ആ പടക്കത്തിൻ്റെ സൗണ്ട് ഒക്കെ ഉണ്ടാവും. സോ ഭാരതപ്പുഴ അല്ലെ, ഭാരതപ്പുഴയുടെ ഉത്ഭവം തമിഴ്നാട്ടിലെ ആനമലയാണ്. നമ്മൾ റിവൈസ് ചെയ്യാണ്. 15 സ്ഥാനം അറബിക്കടലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ നദിയാണ്. 209 കിലോമീറ്റർ ആണ് ലെങ്ത്. കേരളത്തിലെ നൈല്, പൊന്നാനിപ്പുഴ, നിള എന്നീ പേരിൽ അറിയപ്പെടുന്ന നദിയാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലൂടെ ഒഴുകി കേരളത്തിലെത്തുന്ന ഭാരതപ്പുഴ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്നു. പാലക്കാട് ചിറ്റൂരിൽ ശോകനാശിനി പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ഒരു ശോകനാശിനി പുഴ എന്ന പേര് നൽകിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെടുന്ന നദി കൂടിയാണ് ഭാരതപ്പുഴ. അതുപോലെ കിള്ളിക്കുരിശി മംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ്. പോഷക നദിയാണ് കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. അതിൻ്റെ ഉപനദികളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കണം. മാമാങ്കം നടന്നിരുന്ന നദീതീരം കൂടിയാണ് നമ്മുടെ ഭാരതപ്പുഴ. ആ ഒരു കാര്യം ഓർത്തു വെക്കണം. അതുപോലെ തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം സലൻ വാലിയാണെന്ന കാര്യം ഓർത്തു വെക്കണം. നിലയുടെ കഥാകാരൻ MT വാസുദേവൻ നായരും നിലയുടെ കവി P കുഞ്ഞിരാമൻ നായരുമാണ്. ആ ഒരു കാര്യം കൂടെ നമ്മളൊന്ന് ഓർത്തു വെക്കണം. കേരളത്തിൽ ആദ്യത്തെ ഉരുക്കു തടയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയുടെ കുറുകെയായിട്ടാണ്. അതുപോലെ തന്നെ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി അവരുടെയൊക്കെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്തിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. നെക്സ്റ്റ് എന്താണ്? പമ്പാ നദിയാണല്ലേ. പമ്പാ നദി പുണ്യസ്ഥലമായുള്ള പമ്പ എന്ന രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. കേരളത്തിലെ ഏറ്റവും നീളമേറിയ 3ാമത്തെ നദിയാണ് പമ്പാ നദി. ഇവിടെ വരുമ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ നോക്കിയേ. 244 കിലോമീറ്ററുള്ള പെരിയാറിൽ നിന്നും ഭാരതപ്പുഴയിലെത്തിയപ്പോൾ 209 കിലോമീറ്റർ ആയല്ലേ. ആ ഒരു 209 കിലോമീറ്ററിൽ നിന്നും ഏറ്റവും വലിയ 3ാമത്തെ നദിയായുള്ള പമ്പാ നദിയിലെത്തുമ്പോൾ അത് 176 കിലോമീറ്റർ, 200 മേലെ ഉള്ള 2 നദികൾ മാത്രമാണ് അവിടെ വന്നത്. സോ 176 കിലോമീറ്റർ ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ടല്ലോ. 244, 209 കിലോമീറ്ററായി. അത് പിന്നെ 176 കിലോമീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. കേരളത്തിലെ 3ാമത്തെ നീളം കൂടിയ നദിയാണ് 176 കിലോമീറ്ററുള്ള പമ്പാ നദി. പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയാണ്. ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയാണ് പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ പതനസ്ഥാനം, ഉത്ഭവവും പതനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള കാര്യങ്ങളുടെ ഉത്ഭവവും പതനവും തീർച്ചയായിട്ടും നമ്മൾ പറയുന്നതായിരിക്കും. വേമ്പനാട് കായലിലാണ് പമ്പാ നദിയുടെ പതനസ്ഥാനം. ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ പുളിച്ചിമല. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് ഉത്ഭവസ്ഥാനം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയാണ് പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം പറയുന്നത്. പതനസ്ഥാനം എവിടെയാണ്? പതനസ്ഥാനം വേമ്പനാട്ട് കായലാണല്ലോ. വേമ്പനാട്ട് കായലാണ്. ആ രീതിയിൽ ഓർത്തു വെക്കണം. പമ്പാ നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ലകളാണ് ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ. ഓക്കെ, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ഈ 3 ജില്ലകളിലൂടെയാണ് കേരളത്തിലെ പമ്പാ നദി ഒഴുകുന്നത്. തിരുവിതാംകൂറിന്റെ ജീവനാഡി, ദക്ഷിണ ഭഗീരഥി പ്രീവിയസ് ഒരു ചോദ്യമാണ്. എന്നിങ്ങനെ അറിയപ്പെടുന്ന കേരളത്തിലെ നദി. ഇതിൽ ദക്ഷിണ ഭഗീരഥി ഞാൻ എടുത്തു പറയാണ്. ഒരുപാട് തവണ പ്രീവിയസിൽ ചോദിച്ചിട്ടുണ്ട്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കൺഫ്യൂസിംഗ് ആയുള്ള ചോദ്യം കൂടിയായിരുന്നു അത്. പമ്പാ നദി എന്ന് ഫൈനലി PSC പറഞ്ഞിട്ടുമുണ്ട്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പാ നദി. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെട്ടിരുന്ന നദി കൂടിയാണ് പമ്പാ നദി. ആ രീതിയിലൊക്കെ ഓർത്തു വെക്കണം. മറ്റൊരു പ്രീവിയസ് ചോദ്യമാണ്. പ്രാചീന കാലത്ത് ബാരിസ്, ചൂർണിയല്ല ബാരിസ് ആണ് അറിയപ്പെട്ട നദി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രാചീന കാലത്ത് ചൂർണി എന്ന് പെരിയാർ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദി ഏതാണ്? പമ്പാ നദിയാണ്. പ്രീവിയസ് ചോദ്യമാണ്, ഞാൻ എടുത്തെടുത്ത് പറയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദിയാണ് പമ്പ നദി. ഓക്കെ, പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദി ഏതാണ്?
പമ്പ നദിയാണ്. ഓക്കെ, ആ ഒരു പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. അതുപോലെ മുൻ തിരുവിതാംകൂർ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ നദിയായിരുന്നു പമ്പ നദി. അതുകൊണ്ടാണ് ഇതിനെ തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്ന പേരിൽ വിളിക്കുന്നത്. മനസ്സിലായല്ലോ? മുൻ തിരുവിതാംകൂർ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ നദിയായിരുന്നു പമ്പ നദി. അതുകൊണ്ടാണ് തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്ന രീതിയിൽ പമ്പ നദിയെ വിളിക്കുന്നത്. ഓക്കെ, ദ തേർഡ് ലോങ്സ്റ്റ് റിവർ ഇൻ കേരള 176 കിലോമീറ്റർ, 176 കിലോമീറ്റർ ആണ് പമ്പ നദിയുടെ നീളം വരുന്നത്. പ്ലേസ് ഓഫ് ഒറിജിൻ പുളിച്ചിമല ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട്, ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിലാണ് ഇതിന്റെ ഒറിജിൻ വരുന്നത്. ഫോൾ ലൊക്കേഷൻ വരുന്നത് വേമ്പനാട് ബാക്ക് വാട്ടർ അല്ലെങ്കിൽ വേമ്പനാട് ലേക്കിലാണ്. പമ്പ നദി ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴയാണ്. എ റിവർ ഇൻ കേരള നോൺ ആസ് ജീവനാഡി അല്ലെങ്കിൽ ലൈഫ് ലൈൻ എന്നൊക്കെ പറയും അല്ലേ, ലൈഫ് ലൈൻ ഓഫ് ട്രാവൻകൂർ. അതുപോലെ ദക്ഷിണ ഭഗീരഥി എന്ന രീതിയിൽ ഇതിൽ ദക്ഷിണ ഭഗീരഥി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ റിവർ ഇൻ കേരള വിച്ച് നോൺ ആസ് ബാരിസ് ഇൻ ആൻഷ്യൻ ടൈം. മറ്റൊരു പ്രീവിയസ് ചോദ്യമാണ്. പ്രാചീന ബാരിസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പ. പ്രാചീന ബാരിസ് പമ്പ. ആ രീതിയിൽ ഫ്ലോയിൽ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഫോമർ ട്രാവൻകൂർ ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ദ സ്റ്റേറ്റ്. ഓക്കെ, ആ രീതിയിൽ മുൻ തിരുവിതാംകൂർ രാജ്യത്തെ ഏറ്റവും നീളം കൂടി കൺട്രി എന്ന രീതിയിലാണ് രാജ്യം വന്നപ്പോൾ ട്രാൻസ്ലേഷൻ വന്നത്. സോ രാജ്യമല്ല വരുന്നത്, ആക്ച്വലി ആ ഒരു തിരുവിതാംകൂർ രാജ്യം ആ ഒരു പ്രവിശ്യ എന്ന രീതിയിലാണ് പറയാൻ പറ്റുന്നത്. അവിടുത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നമ്മുടെ പമ്പ. പമ്പയുടെ പ്രധാന പോഷക നദികളാണ് അച്ചൻ കോവിലാർ, കാക്കിയാർ, കല്ലാറ്, അഴുതയാർ, മണിമലയാർ. പ്രീവിയസ് ചോദ്യമാണ് പമ്പയുടെ പ്രധാന പോഷക നദികൾ എന്ന് പറഞ്ഞിട്ട്. അച്ചൻ കോവിലാറും കല്ലാറൊക്കെ പ്രീവിയസിൽ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നു. പമ്പയുടെ പോഷക നദികളാണ് അച്ചൻ കോവിലാറ്, അതുപോലെ കാക്കിയാർ, കല്യാർ, അഴുതയാർ, മണിമലയാർ. ഇതൊക്കെ എന്ന രീതിയിലൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. അതുപോലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യമാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് ചോദിച്ചിട്ടുണ്ട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട്. കുട്ടനാട് സീ ലെവലിൽ നിന്ന് താഴെയായിട്ട് വരുന്ന സ്ഥലമാണ് കുട്ടനാട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട്. ആ രീതിയിൽ കുട്ടനാടിന്റെ കാര്യം നമ്മൾ ഓർത്തു വയ്ക്കണം. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? കുട്ടനാടാണ്. എടുത്തു പറയാനുള്ള കാരണം എന്താണ്? പ്രീവിയസ് ചോദ്യമാണിത്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട്. പമ്പ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. പമ്പ നദിയിലെ വളരെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് പെരുന്തേന അരുവി. അതുപോലെ ശബരിമല, എടത്വാപ്പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം കൂടിയാണ് ഈ ഒരു പമ്പ നദി. ഇതിൽ ശബരിമല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പമ്പയിൽ മുങ്ങിക്കുളിക്കുക എന്ന രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. ആ രീതിയിൽ ശബരിമല, എടത്വാപ്പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ, പിൽഗ്രിമേജ് പ്ലേസസിൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം കൂടിയാണ് പമ്പ നദി. അതുപോലെ മറ്റൊരു പ്രീവിയസ് ചോദ്യമാണ് മരാമൺ കൺവെൻഷൻ നടക്കുന്ന ഒരു നദീതീരം. മരാമൺ കൺവെൻഷൻ, ചെറുകോൽ പുഴ, ഹിന്ദു മത സമ്മേളനം എന്നിവ നടക്കുന്ന നദീതീരം ഏതാണ്? പമ്പ നദിയാണ്. പ്രീവിയസിൽ വന്നിട്ടുള്ള ചോദ്യം 1, 2, 3 ഒരുപാട് തവണ വന്നിട്ടുള്ള ചോദ്യമാണ്. മരാമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം ഏതാണ്? അത് നമ്മുടെ സ്വന്തം പമ്പയാണ്. ഓർത്തു വെക്കണം. ഇനി പ്രീവിയസിൽ ചോദിച്ചില്ല ഈ ഒരു ചോദ്യം. ഇനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരമായിട്ട് എഴുതണം. മരാമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം ഏതാണ്? പമ്പ നദിയാണ്. ചെറുകോൽപ്പുഴ ഹിന്ദു മത സമ്മേളനം നടന്നതും എവിടെയായിരുന്നു? അത് നടന്നതും നമ്മുടെ സ്വന്തം പമ്പ നദിയുടെ തീരത്തായിരുന്നു. ശബരി, കക്കാട് എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി കൂടിയാണ് നമ്മുടെ പമ്പ നദി. ശബരി, കക്കാട് ആ ഒരു അണക്കെട്ടുകൾ. ശബരി അണക്കെട്ട് എവിടെയാണ്? കക്കാട് അണക്കെട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പമ്പയിലാണെന്ന് പഠിച്ചു വയ്ക്കണം, പറഞ്ഞു കൊടുക്കണം, ഉത്തരം എഴുതണം. മേജർ ട്രിബ്യൂട്ടറീസ് ഓഫ് പമ്പ അച്ചൻ കോവിലാറ്, കക്കിയാർ, കല്ലാറ്, അഴുതയാറ്, അതുപോലെ മണിമലയാർ. ആ ഒരു പേരുകൾ ഓർത്തു വെക്കണം. കുട്ടനാട് ഈസ് എ റീജിയൻ ഓഫ് കേരള നോൺ ആസ് പമ്പാസ്കിസ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട് അല്ലെ. ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പെരുന്തേൻ അരുവി ഇസ് എ മെയിൻ വാട്ടർഫോൾ ഓഫ് പമ്പ റിവർ. പമ്പ റിവറിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം ഏതാണ്? പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് പെരുന്തേൻ അരുവി. ദ ബാങ്ക്സ് ഓഫ് ദ റിവർ വെർ ദ പിൽഗ്രിമേജ് സെന്റേഴ്സ് ഓഫ് ശബരിമല ആൻഡ് എടത്വാപ്പള്ളി. ചോദ്യം വരും. എടത്വാപ്പള്ളി സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? പമ്പയാണ്, പമ്പ നദിയാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? അതും പമ്പയാണ് അല്ലെ. റിവർ സൈഡ് വെയർ മരാമൺ കൺവെൻഷൻ ആൻഡ് ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം ആർ ഹെൽഡ്. എവിടെയാണ്? മരാമൺ കൺവെൻഷനും അതുപോലെ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? അത് രണ്ടും നടക്കുന്നത് നമ്മുടെ സ്വന്തം പമ്പ നദിയുടെ തീരത്താണ്. ദ റിവർ വെയർ ദ ശബരി ആൻഡ് കക്കാട് ഡാംസ് ആർ ഓൾസോ വരുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ശബരി, കക്കാട് ആ ഒരു ഡാം സ്ഥിതി ചെയ്യുന്ന നദി കൂടിയാണ് നമ്മുടെ പമ്പ നദി. അതുപോലെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി എന്നിവ നടക്കുന്ന പമ്പ നദിയിലാണ്. ഓക്കെ, അതുകൂടെ പഠിച്ചു വെക്കണം. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി,
ഉത്രാടം തിരുനാൾ വള്ളംകളി എന്നിവ നടക്കുന്നത് പമ്പാ നദിയിലാണ്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കണം. അതുപോലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പമ്പാ നദിയുടെ തീരത്താണ്. മറ്റൊരു പിൽഗ്രിമേജ് സ്ഥലമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ഏത് നദിയുടെ തീരത്താണ്? പമ്പാ നദിയുടെ തീരത്താണ്. ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്താണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. വേദകാലഘട്ടത്തിന് മുൻപുണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായിട്ട് മൺശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരം കൂടിയാണ് പമ്പാ നദി. ആ രീതിയിലും ചോദ്യങ്ങൾ വരാറുണ്ട്. വേദകാലഘട്ടത്തിന് മുൻപുണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരം ഏതാണ്? അതും പമ്പാ നദിയാണ്. ഉത്രാടം തിരുനാൾ വള്ളംകളി പമ്പാ നദിയിലാണ് നടക്കുന്നത്. ഉത്രാടം തിരുനാൾ വള്ളംകളി നടത്തപ്പെടുന്ന സ്ഥലമാണ് നീരേറ്റുപുറം. ഓക്കെ, എന്തൊക്കെ പറഞ്ഞു? ആറന്മുള വള്ളംകളി, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി എന്നിവ നടക്കുന്നത് പമ്പാ നദിയിലാണ് അല്ലെ. ആ ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആറന്മുള ഉത്രട്ടാതി ബോട്ട് റേസ്, ചമ്പക്കുളം ഉത്ര ബോട്ട് റേസ്, അതുപോലെ രാജീവ് ഗാന്ധി ട്രോഫി ബോട്ട് റേസ്, ഉത്രം തിരുനാൾ ബോട്ട് റേസ് ആർ ഹെൽഡ് ഇൻ പമ്പ റിവർ. ആറന്മുള പാർത്ഥസാരഥി ടെമ്പിൾ ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ പമ്പ. ഇമ്പോർട്ടന്റ് ആണ്. ആറന്മുള പാർത്ഥസാരഥി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ദ ചെറുകോൽപ്പുഴ ഹിന്ദു കോൺഫറൻസ് ഈസ് ഹെൽഡ് അറ്റ് ദ ബാങ്ക് ഓഫ് പമ്പ റിവർ. ഓൾറെഡി നമ്മൾ മരാമൺ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എ റിവർ സൈഡ് ഇൻ കേരള വേർ ദ ദ്രാവിഡൻ കൾസ് വെർ ഡിസ്കവേർഡ് ബിഫോർ വേദിക് പീരീഡ്. അതും എവിടെയാണ്? അതും വരുന്നത് നമ്മുടെ ഈ ഒരു പമ്പാ നദിയുടെ തീരത്താണ്. ദ ഉത്രം തിരുനാൾ വള്ളംകളി ഈസ് ഹെൽഡ് ഇൻ പമ്പാർ. ഉത്രം തിരുനാൾ വള്ളംകളിയും പമ്പാ നദിയുടെ തീരത്താണ്. ഇനി നമുക്ക് വരുന്നത് ചാലിയാറാണ്. ചാലിയാർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. കാരണം ഈ ഒരു ക്ലാസ് നമുക്ക് കുറച്ചധികം ലെങ്തി ആയിട്ട് പോകുന്നുണ്ട് അല്ലെ. ജസ്റ്റ് നമുക്ക് ഈ ഒരു പമ്പയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. പമ്പ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് അല്ലെ. നമ്മുടെ പെരിയാറും ഭാരതപ്പുഴയും കഴിഞ്ഞ ഏറ്റവും നീളമേറിയ മൂന്നാമത്തെ നദിയാണ്. ഉത്ഭവസ്ഥാനം ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയാണ്. പതനസ്ഥാനം എവിടെയാണ്? പതനസ്ഥാനം വരുന്നത് വേമ്പനാട്ട് കായലാണ്. പമ്പാ നദി ഒഴുകുന്ന ജില്ലകളാണ് ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ. ഈ 3 ജില്ലകൾ ഓർത്തു വെക്കണം. അതുപോലെ തന്നെ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇനി ഉത്തരം എന്ത് പറയും? പമ്പാ നദിയാണ്. അതുപോലെ തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി കൂടിയാണ്. ആ പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രീവിയസ് ചോദ്യമാണ് പ്രാചീന പാരീസ് ഏതാണ്? പ്രാചീന പാരീസ് എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പാ നദി. മുൻ തിരുവിതാംകൂർ രാജ്യത്തെ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? അതും പമ്പാ നദി തന്നെയാണ്. അതും പമ്പാ നദിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പമ്പയുടെ പോഷക നദികൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. അച്ഛൻ കോവിലാർ, കാക്കിയാറ്, കല്ലാറ്, അഴുതയാറ്, മണിമലാർ. ആ ഒരു കാര്യങ്ങളൊക്കെ പോഷക നദികളൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന വിഭാഗമാണ്. അതുപോലെ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് നമ്മുടെ സ്വന്തം കുട്ടനാടാണല്ലോ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് നമ്മുടെ സ്വന്തം കുട്ടനാടാണ്. അതുപോലെ പമ്പാ നദിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വെള്ളച്ചാട്ടം ഏതാണ്? പെരുന്തേനരുവി വെള്ളച്ചാട്ടമാണ് അല്ലെ. അതുപോലെ പമ്പാ നദിയിൽ വരുന്ന പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ ശബരിമല, എടത്വാപ്പള്ളിയാണ്. മരാമൻ കൺവെൻഷൻ മറ്റൊരു പ്രീവിയസ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മരാമൻ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദു മത സമ്മേളനം ഇതൊക്കെ നടക്കുന്ന നദീതീരമാണ് നമ്മുടെ പമ്പാ നദി. ശബരി, കക്കാട് ഈ ഒരു അണക്കെട്ടൊക്കെ വരുന്ന എവിടെയാണ്? പമ്പാ നദിയിലാണ്. അതുപോലെ തന്നെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി അതൊക്കെ നടക്കുന്നത് പമ്പാ നദിയിലാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പമ്പാ നദിയുടെ തീരത്താണ്. ചെറുകോൽപ്പുഴ ഹിന്ദു മത സമ്മേളനം നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്താണ്. വേദകാലഘട്ടത്തിന് മുൻപുണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായുള്ള മൺശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരം കൂടിയാണ്. അതുപോലെ ഉത്രം തിരുനാൾ വള്ളംകളി പമ്പാ നദിയിലാണ് നടക്കുന്നത്. ആ ഒരു വള്ളംകളി നടക്കുന്ന സ്ഥലമാണ് നീരേറ്റുപുറം. അതുകൂടെ ഓർത്തു വെക്കണം. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനി കുറച്ചുകൂടെ നദികൾ നമുക്ക് പറയാനുണ്ട്. അതുപോലെ കബനി, ഭവാനി, പമ്പാർ അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കാലുകളൊക്കെ നമുക്ക് പറയാനുണ്ടല്ലേ. നമുക്ക് ആ ഒരു കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതുവരെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി.